Hello, dear students. Very good evening, everyone. Welcome everyone to the Prescene discussion session. It has been 6 days since the Prescene has released. അല്ലെ 18th ഒരു ഉച്ചയോടെ വന്ന Prescene ആണ്. Have you gone through the Prescene? ഒന്ന് കമന്റ് ചെയ്ത് എല്ലാവരും. Presceneലൂടെ കടന്നു പോയിരുന്നോ? ഒന്ന് കമന്റ് ചെയ്യാം എല്ലാവരും. വെരി ഗുഡ്. യെസ്. ഓക്കെ. ആൻഡ് ഹൗ ഡു യു ഫീൽ ദ Prescene? എങ്ങനെ തോന്നി? ലൈക്ക് ഇസ് ഇറ്റ് ഈസി? ഓക്കെ അല്ലെ? അതോ ടഫായിട്ട് തോന്നിയോ? എന്താ ആ ഒരു റെസ്പോൺസോട് ഒന്ന് കമന്റ് ചെയ്യാമോ? ഹൗ ഡു യു ഫീൽ ദ Prescene? ഓക്കെ, ഇൻഡസ്ട്രി ഈസിയാണ്, കുറെ നെയിംസ് ഒന്നുമില്ല. സീംസ് ഓക്കെ. ഓക്കെ. ഇതുവരെയുള്ള പ്രസീന്റെ ഒരു പ്രീവിയസ് സെഷൻസിലെ ഒരു എല്ലാ പ്രസീൻസും കഴിഞ്ഞൊരു 3 years ആയിട്ടുള്ള പ്രസീൻസ് എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഐ വുഡ് സേ ഇതില് ഇത് ആക്ച്വലി കുറച്ച് ലെങ്തി പ്രസീൻ ആണ്. നമ്പർ ഓഫ് പേജസ് ഇൻ ദിസ് പ്രസീൻ ഈസ് പ്രെറ്റി വെൽ 14 പേജസോളം ഉള്ള ഒരു പ്രസീൻ ഡോക്യുമെന്റ് ആണ്. യൂഷ്വലി 11, 12 എന്നുള്ള നിലയ്ക്കൊക്കെയാണ് വരാറുള്ളത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ടൂ മച്ച് ഓഫ് ഇൻഫർമേഷൻ ആക്ച്വലി ഉണ്ട്. ഈ ഒരു പ്രസീനിൽ ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്. ഒരുപാട് ഇൻഫർമേഷൻ ഉള്ളത് കൊണ്ട് തന്നെ സിലബസിന്റെ ഏത് ഏരിയാസിൽ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. അത് വളരെ വ്യക്തമായിട്ട് ഇപ്പോ നമ്മുടെ സൈബർ സെക്യൂരിറ്റി സൈഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെയുണ്ട്. ഡേറ്റ അനലറ്റിക്സും AI മിക്സപ്പ് ചെയ്തിട്ടുള്ള ടെക് സൈഡിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, അങ്ങനെ ഒരു സിനാരിയോസ് ഉണ്ട്. കോർപ്പറേറ്റ് ഗവേണൻസിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ പഠിച്ച ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ചാപ്റ്റർ ഏരിയാസിലേക്കും പ്രസീൻ ആക്ച്വലി പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ. സോ ഐ വുഡ് സേ അത്രയും അധികം ഇൻഫർമേഷൻ ഉള്ളത് കൊണ്ടും ഇതിനു മുന്നത്തെ പ്രസീലൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇൻഫർമേഷൻ വൈസ് കുറച്ച് അധികമുണ്ട്. ബട്ട് സിൻസ് ദ ഇൻഡസ്ട്രി ഈസ് സംതിങ് വിച്ച് യു ഗൈസ് ആർ ഫെമിലിയർ, അല്ലെ? നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ഒരു ഹോട്ടൽ റൂമിലൊക്കെ നിന്നിട്ടുള്ളവരാണ് എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട്. ഓക്കെ. അപ്പോ അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇൻഡസ്ട്രി ഫെമിലിയർ ആണ് എന്നത് നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. വളരെ എളുപ്പത്തിൽ ചിന്തിക്കാൻ കഴിയും. നോട്ട് ലൈക്ക് ലാസ്റ്റ് സെഷനിൽ ഒരു മീൽ കിറ്റ് ഇൻഡസ്ട്രി ഒക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ ഒന്നും മീൽ കിറ്റ് ഇൻഡസ്ട്രിയെ പറ്റി ഒന്നും അത്രയും ഒരു എസ്റ്റാബ്ലിഷ്ഡ് മീൽ കിറ്റ് കമ്പനീസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ പെറ്റ് വെറ്റ് സർവീസസ്, അതൊക്കെ അങ്ങോട്ട് എസ്റ്റാബ്ലിഷ് ആവുന്നേ ഉള്ളൂ. അപ്പോൾ ദിസ് ഈസ് സംതിങ് വിച്ച് യു ഗൈസ് ക്യാൻ തിങ്ക്, സ്ലീപ്പ് ഓൺ ഇറ്റ്. ഒത്തിരി എന്താ പറയുക, ആലോചിച്ച് പോയിന്റ്സ് ഒക്കെ ചിന്തിച്ച് കിട്ടാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ, സിൻസ് ദ ഇൻഡസ്ട്രി ഈസ് ഫെമിലിയർ. അപ്പൊ അങ്ങനെയുള്ള കുറെ ബെനിഫിറ്റ്സ് ആക്ച്വലി നമ്മുടെ ഇത്തവണത്തെ പ്രസീനിലുണ്ട്. ഓക്കെ, അതൊരു പോസിറ്റീവ് തിങ് ആണ്. പ്ലസ് സിൻസ് ടു മച്ച് ഇൻഫർമേഷൻ ഉള്ളത് കൊണ്ട് ഇത് അങ്ങനെ ഒരു ഭയങ്കര ഈസി പ്രസീൻ ആണ് എന്നും ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അത്രയധികം ഇൻഫർമേഷൻ ഇതിലുണ്ട്. ഓക്കെ. സാധാരണ ഈ ഡൈവിംഗ് ഡീപ്പർ ഡോക്യുമെന്റ് എല്ലാ സെഷനിലും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഒരു നമ്പർ ഓഫ് പേജസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും 49 പേജസോളം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് അത് ഞാൻ ആക്ച്വലി ട്രിം ചെയ്ത് 49 ആക്കിയതാണ്. യൂഷ്വലി ഒരു 44 പേജസ് ഒക്കെ വരുമ്പോഴേക്കും തീരുന്നതാണ് യൂഷ്വലി. പക്ഷെ ഇതിൽ ഒരുപാട് ഇൻഫർമേഷൻ ഉള്ളത് കൊണ്ട് ഒത്തിരി ട്രിം ചെയ്തിട്ടാണ് ഈ രീതിയിലൊന്ന് ഷോർട്ട് ആക്കാൻ പറ്റിയത്. ഓക്കെ. സോ വാട്ട് ദിസ് ഡോക്യുമെന്റ് ഇൻക്ലൂഡ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ. ഇത് ആക്ച്വലി ഒരു ബ്രേക്ക് ഡൗൺ ആണ്. നമ്മുടെ പ്രസീൻ മെറ്റീരിയൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് അതിലെ വളരെ ക്രൂഷ്യൽ പോയിന്റ്സ്, അതായത് സിലബസിലേക്ക് എന്തൊക്കെയാണ് നോക്കേണ്ടത്, അല്ലെങ്കിൽ പ്രസീനിൽ പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് അങ്ങനെ ഉള്ളത് കൊണ്ടുള്ള അതിന്റെ ഒരു ഇമ്പാക്ട് എന്താണ്, കോൺസിക്വൻസ് എന്താണ്, അങ്ങനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. ഓക്കെ. ഇതിൽ നമ്മൾ ഒരു ക്വസ്റ്റിനും കാര്യങ്ങളും പ്രഡിക്ഷനോ കാര്യങ്ങളോ, ഞാൻ പറഞ്ഞു പ്രഡിക്ഷൻ നിങ്ങൾ തന്നെ മനസ്സിലാക്കിയതാണ്. SBL എക്സാമിന് പ്രഡിക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പലപ്പോഴും ചില യൂട്യൂബ് വീഡിയോസിലോ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കാണും, ഞാൻ പ്രഡിക്ട് ചെയ്യുന്നു. ലൈക്ക് അതങ്ങനെ ഒരു പ്രഡിക്ഷനിലേക്കൊന്നും പോകാൻ ഒരിക്കലും കഴിയില്ല. ബിക്കോസ് എക്സിബിറ്റ് 3 വീണ്ടും എക്സാം ഡേയിൽ അവൈലബിൾ ആവുള്ളൂ. നമുക്ക് പ്രസീൻ ബേസ് ചെയ്തുകൊണ്ട് ഇൻഡസ്ട്രിയെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷനും കമ്പനിയെ പറ്റിയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷനും മുൻകൂട്ടി അറിഞ്ഞു വെക്കുക എന്നുള്ളതാണ് ഇതിൽ നടക്കത്തുള്ളൂ. അതല്ലാതെ എന്താ പറയാ, എക്സാമിന് എന്ത് വരും, എന്ത് എക്സിബിറ്റ് വരും എന്നുള്ളത് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ. സോ പ്ലീസ് ഡോണ്ട് ഫോൾ ഇൻ ടു ദോസ് കൈൻഡ് ഓഫ് എന്താ പറയാ ബെയ്റ്റ്സ്. ഓക്കെ. അപ്പോ നമുക്ക് നോക്കാം. പ്രസീൻ ഇൻഫർമേഷനും അതിന്റെ ബ്രേക്ക് ഡൗണും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണിത്. ഓക്കെ. ഇത് നിങ്ങൾ പ്രസീൻ ഇൻഫർമേഷൻ കണ്ടതാണ്, ഈ പാരഗ്രാഫ്സ് ഒക്കെ. അപ്പോൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് ഫർദർ എന്തൊക്കെ കാര്യങ്ങളാണ് അതിന്റെ ഒരു ഇമ്പാക്ട് കോൺസിക്വൻസ് എന്നുള്ളതും അത് കുറച്ച് പിക്ചേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടും കൂടിയാണ് കേട്ടോ ഇത്ര ലെങ്തി ആയി പോയത്. അപ്പോൾ അതാണ് ഈ ബ്ലൂ ലെറ്റേഴ്സിൽ, ബ്ലൂ ഫോണ്ടിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ. വീണ്ടും പ്രസീനിന്റെ കോണ്ടന്റ് എഴുതി വെച്ചു. അതിൽ ഫർദർ ചെയ്യാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിലുള്ള ഇൻസൈറ്റ്സ്, സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള ഇൻസൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ആ ബ്ലൂവിലുള്ളത്. അപ്പൊ ബേസിക്കലി
എക്സാമിന് നിങ്ങൾക്ക് ഈ ഡോക്യുമെന്റ് കൊണ്ടുപോകാൻ കഴിയില്ല. എക്സാമിന് എന്തായിരിക്കും ഉണ്ടാവുക? പ്രസീൻ നിങ്ങൾക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പൊ എക്സാമിന് നിങ്ങൾ പ്രസീനിലെ ഒരു പെർട്ടിക്കുലർ ഏരിയ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇത് എങ്ങനെ പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഈ രണ്ട് പാരഗ്രാഫ് വായിക്കുമ്പോൾ തന്നെ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ സംസാരിച്ചു വെച്ച പോയിന്റ്സ് ഒക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ആ രീതിയിൽ ഉള്ള ഒരു പ്രിപ്പറേഷൻ. ചിലർക്ക് അത് ബൈഹാർട്ട് പഠിക്കേണ്ടി വരും. കുഴപ്പമില്ല, ബൈഹാർട്ട് പഠിച്ചെന്നോർത്തും തെറ്റൊന്നുമില്ല. കാരണം എന്താന്ന് വെച്ചാൽ കംപ്ലീറ്റ് ബൈഹാർട്ട് പഠിക്കണം, മനസ്സിലാക്കി വെച്ചാൽ മതി, അതാണ് ഏറ്റവും നല്ലത്. പക്ഷെ സ്റ്റിൽ നിങ്ങൾക്ക് ചില വൊക്കാബുലറി, ചില ടേംസ് ഒക്കെ, നല്ല ടേംസ് ഒക്കെ എക്സാമിന് യൂസ് ചെയ്യാൻ പറ്റും. സോ നല്ലതായിരിക്കും. ഓക്കെ, സോ നോക്കാം. ലെബൽ ഇസ് എ ഹോട്ടൽ ചെയിൻ ഇൻ ദ കൺട്രി ഓഫ് എസ്ലാൻഡ്. എസ്ലാൻഡ് എന്നത് ഒരു യൂറോപ്യൻ കൺട്രി ആണോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, ഏത് കോണ്ടിനെന്റ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നുള്ള, എസ്ലാൻഡ് ഇസ് ദ കൺട്രി, ലെവൽ ഇസ് ദ ഹോട്ടൽ ചെയിൻ. അതും എക്സാമിന് നിങ്ങൾക്ക് ഇനി ഫർദർ അങ്ങോട്ട് ലെവൽ എന്ന് തന്നെ റെഫർ ചെയ്യാം എന്നുള്ളതാണ് PLC മാറ്റിയിട്ട് പ്രത്യേകിച്ച് ഇങ്ങനെ ഇൻവെർട്ടഡ് കോമാസിൽ ലെവൽ എന്ന് തന്നിട്ടുള്ളത്. അത് ശ്രദ്ധിക്കുക. പിന്നെ സിനാരി ഒക്കെ വായിക്കുമ്പോൾ ഒരു യൂറോപ്യൻ ഫീൽ ഉണ്ടെങ്കിലും ഒരിക്കലും യൂറോപ്പ് എന്നോ ഏഷ്യ എന്നോ ഉള്ള കാര്യങ്ങളൊന്നും ആൻസറിൽ എഴുതരുത്. റിയൽ ആയിട്ടുള്ള ഒരു നെയിംസോ ഒരു കമ്പനീസിന്റെ പേരുകളോ ഒന്നും നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് ആദ്യമേ തന്നെ ഓർമ്മപ്പെടുത്തുന്നു. സിനാരിയോ വായിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ഹോം ഷെയറിംഗ് സർവീസിന്റെ കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. ഓക്കെ, അപ്പൊ അത് പലപ്പോഴും എയർബിഎൻബി ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരിക. എയർബിഎൻബി എന്ന കമ്പനിയെ പറ്റിയിട്ടൊക്കെ എഴുതി വെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. ചിലര് ലൈക്ക് എയർബിഎൻബി എന്നൊക്കെ പറഞ്ഞ സെന്റൻസിനുള്ളിൽ ചെയ്യും. പ്ലീസ് ഡോണ്ട് യൂസ് എനി റിയൽ കമ്പനീസ്, എനി റിയൽ കൺട്രീസ്, കോണ്ടിനെന്റ്സ്, ഒരു കാര്യങ്ങളും നിങ്ങൾ ഡിസ്കസ് ചെയ്യരുത്. ഓക്കെ, ദാറ്റ് മേക്സ് എക്സാമിന് ട്രേസബിൾ. ലൈക്ക് നമ്മുടെ ഒരു ജോഗ്രഫി ഒക്കെ മനസ്സിലാക്കുന്ന ഒരു സിനാരിയോ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്ന് ആദ്യമേ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Level is a hotel chain in the country of Esland. Level owns and operates 35 high-quality 4-star hotel located throughout Esland. And the target market is primarily leisure guest. Okay. So, important ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ 4-star hotel സെഗ്മെന്റിലാണ്. We have 35 4-star hotels. We located in the country of Esland. Okay. പിന്നെ നമ്മൾ ലെഷർ ഗസ്റ്റിനെയാണ് പ്രൈമർലി ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, നമ്മുടെ കസ്റ്റമേഴ്സ് ആയിട്ട് ലെഷർ ഗസ്റ്റ് മാത്രമുള്ളൂ എന്ന് വിചാരിക്കരുത്. സെക്കൻഡറി, ഇത് പ്രൈമറി ലെഷർ ഗസ്റ്റ് ആണ്. അപ്പൊ സെക്കൻഡറി ഒബിയസ്ലി അവിടെ ബിസിനസ് ട്രാവലേഴ്സും നമ്മളുടെ ഹോട്ടൽസിൽ വന്ന് സ്റ്റേ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഹോട്ടൽ ഇൻഡസ്ട്രി ഇൻഫർമേഷൻ. ഹോട്ടൽ പ്രൊവൈഡ് ഷോർട്ട് ടേം അക്കോമഡേഷൻ ടു പീപ്പിൾ ഹു പേ ടു സ്റ്റേ ഇൻ ഹോട്ടൽ റൂം. പീപ്പിൾ സ്റ്റേയിങ് ഇൻ ഹോട്ടൽ ആർ റെഫേർഡ് ടു ആസ് ഗസ്റ്റ്. അപ്പൊ ഇനി പീപ്പിൾ സ്റ്റേയിങ് ഇൻ ഹോട്ടൽ എന്ന് പറഞ്ഞ് എഴുതരുത്. നിങ്ങൾ എക്സാമിന് യൂസ് ചെയ്യുന്ന സമയത്ത് ഗസ്റ്റ് എന്ന ടേം തന്നെ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ലെഷർ ഗസ്റ്റ്, ബിസിനസ് ഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് റെഫർ ചെയ്യും. ഓക്കെ, ആസ് വെൽ ആസ് പ്രൊവൈഡിങ് അക്കോമഡേഷൻ. ഹോട്ടൽ റൂൾസ് പ്രൊവൈഡ് അഡീഷണൽ ഫെസിലിറ്റീസ് സച്ച് എസ് റെസ്റ്റോറൻറ്റ്സ്, ബാർസ്, സ്വിമ്മിംഗ് പൂൾ, ഫിറ്റ്നസ് സെന്റേഴ്സ്, മറ്റൊരുപാട് അമ്യൂണിറ്റീസ്, അഡീഷണൽ ഫെസിലിറ്റീസ് ഹോട്ടൽ ഇൻഡസ്ട്രീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ഗസ്റ്റ്. യൂഷ്വലി രണ്ട് ടൈപ്സ് ഓഫ് ഗസ്റ്റ് ആണുള്ളത്. വൺ ഇസ് ബിസിനസ് ആൻഡ് ദ അതർ വൺ ഇസ് ലെഷർ. ഓക്കെ, ഞാൻ ഈ ഒരു പേസിൽ പോകുന്നത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ ആണല്ലോ അല്ലേ? നിങ്ങൾ ഇത് ഓൾറെഡി വായിച്ചത് കൊണ്ടും കൂടെയാണ് കുറച്ച് ജമ്പ് ഇൻ ചെയ്ത് ഇങ്ങനെ പറയുന്നത്. ഒന്ന് കമന്റ് ചെയ്യാം ഇത് ഓക്കെ അല്ലേ എന്നുള്ളത്. ഒന്ന് കമന്റ് ചെയ്യാം അവിടെ എല്ലാവരും. ഏതെങ്കിലും ഏരിയാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു റീച്ച് ഔട്ട് ടു മീ ഓൺ വാട്സ്ആപ്പ് കേട്ടോ. ഏതെങ്കിലും ഏരിയാസോ മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ പിന്നീടായിരിക്കും ചിലപ്പോൾ സംശയം വരിക, നിങ്ങൾ വീണ്ടും ഒരു തവണ കൂടെ വായിക്കുമ്പോൾ. നോ വറീസ്. ഓക്കെ, നമ്മൾ ഇനി കുറച്ച് ദിവസങ്ങൾ ഇനി ഇത് തന്നെ ആയിരിക്കും, ഇതിൽ തന്നെ ആയിരിക്കും. ഓക്കെ, so the two groups typically have different requirements from hotels. Business guests stay for work purpose, so they value convenience. For example, having easy access from hotel to client's workplace for meeting and productivity, fast and reliable Wi-Fi connections. ലെഷർ ഗസ്റ്റിന്റെ കേസിൽ അവർ എന്താ പറയാ, റിലാക്സ് ചെയ്യാനും സ്റ്റേ എൻജോയ് ചെയ്യാനൊക്കെ വരുന്നതാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ, അവർക്ക് ഫെസിലിറ്റീസിലാണ് കൂടുതൽ ഇവർ നോക്കുന്നത്. കൺവീനിയൻസ് ആണ്. ബിസിനസ് ട്രാവലേഴ്സ് വാല്യൂ കൺവീനിയൻസ്, വാല്യൂ ഇന്റർനെറ്റ് കണക്ഷൻസ്, ഏതാ നമ്മുടെ സ്ട്രോങ് വൈഫൈ കണക്ഷൻ ഒക്കെയാണ് അവരുടെ പ്രൊഡക്ടിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെയാണ് അവർ വാല്യൂ ചെയ്യുന്നത്. ലെഷർ ഗസ്റ്റിന്റെ കേസിൽ അവർ കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വരുന്നതാണ് അല്ലെ. ഓക്കെ, ആൻഡ് ദേ ടെൻ ടു ബി മോർ പ്രൈസ് സെൻസിറ്റീവ്. പ്രൈസ് സെൻസിറ്റീവ് എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ മീനിങ്? പ്രൈസ് കൂടുതലാണെങ്കിൽ വെക്കേഷൻ പ്ലാൻ ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യത ഹയർ ആണ്. ഓക്കെ, ബിസിനസ് ഗസ്റ്റിന്റെ കേസിൽ
അവരൊരു പ്രൈസിൽ കുറച്ചൊരു 10%, 20% ഒക്കെ അവർ എക്സ്പെക്ട് ചെയ്ത പ്രൈസിനേക്കാളും കൂടി എന്ന് വിചാരിച്ചിട്ട് അവർ ആ പ്ലാൻ ഒരിക്കലും ക്യാൻസൽ ചെയ്ത് ദേ ഹാവ് ടു ഗെറ്റ് ദ ബിസിനസ് ഡൺ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അവര് പ്രൈസ് ഇൻസെൻസിറ്റീവ് ആണ് മോസ്റ്റ്ലി. ഓക്കെ, കമ്പാരിറ്റീവ്ലി ചിലപ്പോൾ പ്രൈസ് സെൻസിറ്റീവ് ആയിരിക്കും, പക്ഷെ കൂടുതൽ പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ളത് ലെഷർ ഗസ്റ്റ് ആണ്. കാരണം ഇവര് യൂഷ്വലി വരുന്നതും ബിസിനസ് ഗസ്റ്റുകളെ പോലെ ഒരു ദിവസം വന്ന് സ്റ്റേ ചെയ്ത് കാര്യങ്ങൾ നടത്തി തിരിച്ചു പോവുക എന്നുള്ളത് പോലെയല്ല. ദേ ടിപ്പിക്കലി സ്റ്റേ ലോങ്ങർ. ആരാ ലെഷർ ഗസ്റ്റ് കുറച്ച് ഒരു 3-4 ദിവസമൊക്കെ സ്റ്റേ ചെയ്തിട്ടായിരിക്കും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെയായിരിക്കും അവർ പ്രൈസ് സെൻസിറ്റീവ് ആണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഇപ്പൊ ഇതുവരെ നമ്മൾ വായിച്ച പ്രസീൻ കോണ്ടന്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ലെവൽ എന്നുള്ളത് ഒരു 4 സ്റ്റാർ സെഗ്മെന്റിൽ റൺ ചെയ്യുന്ന ഒരു ഹോട്ടൽ ചെയിൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 4 സ്റ്റാർ ആയതുകൊണ്ട് നമ്മൾ കൊടുക്കേണ്ട കുറച്ച് ബേസിക് സർവീസസും കാര്യങ്ങളൊക്കെ നമ്മുടെ കുറച്ച് താഴേക്ക് വരുന്ന സമയത്ത് കാണാൻ കഴിയും. ആ രീതിയിലുള്ള എല്ലാ അമ്യൂണിറ്റീസും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ആൻഡ് വി അട്രാക്ട് ബോത്ത് ബിസിനസ് ആൻഡ് ലെഷർ ട്രാവലേഴ്സ്. പക്ഷെ ലെവലിന്റെ കേസിൽ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് അവർ, അല്ലെ, പ്രൈമറി ഫോക്കസ് ലെഷർ കസ്റ്റമേഴ്സ് ആണ്. ബിസിനസ് കസ്റ്റമേഴ്സിന്റെ കേസിൽ അങ്ങനെ അധികമില്ല. ഓക്കെ, ദെൻ ലെഷർ കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് തന്നെ ഡിമാൻഡ് കൻ ഫ്ലക്ച്വേറ്റ് ഡ്യൂ ടു സീസണാലിറ്റി, ഇക്കണോമിക് ചേഞ്ചസ് ആൻഡ് ടൂറിസം ട്രെൻഡ്സ്. അല്ലെ, സീസണാലിറ്റിയെ പറ്റിയൊക്കെ താഴേക്ക് വരുന്ന സമയത്ത് വളരെ വിശദമായിട്ട് കാണാവുന്നതാണ്. നമ്മുടെ സീസൺ ടൈം എന്ന് പറയുന്നത് ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാൻ, ഫെബ്, മാർച്ച് എന്ന് നമ്മൾ കണ്ടതാ. ഈ 6 months ആണ് എസ്ലാൻഡിൽ ലെഷർ സീസണാലിറ്റി ഉണ്ടാവുന്ന ഒരു സമയം. ഓക്കെ, സോ നമ്മൾ ലെഷർ ഗസ്റ്റിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ആർ ടു മച്ച് റിലൈങ് ഓൺ വൺ പെർട്ടിക്കുലർ സെഗ്മെന്റ്. അതൊരു റിസ്ക് ആണ്, ഭയങ്കര വോളറ്റിലിറ്റി ആണ്. ദിസ് എക്സ്പോസസ് ലെവൽ ടു വോളറ്റിലിറ്റി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഹോട്ടൽസ് ഡു നോട്ട് റിലൈ ഓൺ റൂം റവന്യൂ. റൂം റവന്യൂ മാത്രമല്ല, ഫുഡ് ആൻഡ് ബിവറേജ്, അതേപോലെ സ്പാ, ഇവന്റ്സ്, മറ്റ് അഡീഷണൽ ഫെസിലിറ്റീസിൽ നിന്നൊക്കെ റവന്യൂ കൊണ്ടുവരാവുന്നതാണ്. സോ ആ രീതിയിൽ സർവീസ് ഡൈവേഴ്സിഫൈഡ് ആയിരിക്കും, പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടാവും, മൾട്ടിപ്പിൾ റവന്യൂ ലൈൻസ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് ഈ ഒരു ഇൻഡസ്ട്രിയിൽ എല്ലാവരും ചെയ്യുന്ന, എല്ലാ പ്ലേയേഴ്സും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഗസ്റ്റ് സെഗ്മെന്റ്സ് നമ്മൾ പറഞ്ഞു, ബിസിനസ്സും ലെഷർ ഗസ്റ്റും ആണുള്ളത്. ഓരോരുത്തർക്കും ഡിഫറെന്റ് നീഡ്സ് ആണ്. ഓക്കെ, നമ്മള് കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്തേക്ക് കാണാം ലെവൽ ഉള്ളത് റൂറൽ ആൻഡ് കോസ്റ്റൽ ഏരിയാസിലാണ്. കോസ്റ്റൽ ഏരിയാസിൽ ആയിരിക്കില്ല, ചിലപ്പോൾ സിറ്റി സെന്റേഴ്സിലുള്ള ഹോട്ടൽസിൽ ആണെങ്കിലായിരിക്കും ബിസിനസ്സുകാരൊക്കെ അവിടെ ആയിരിക്കും കൂടുതൽ, ബിസിനസ് ഗസ്റ്റുകൾ കൂടുതലും ബുക്ക് ചെയ്യുന്ന ഹോട്ടൽസ് ഒക്കെ സിറ്റി സെന്റേഴ്സിലുള്ള ഹോട്ടൽസ് ആയിരിക്കും, അല്ലാതെ റൂറൽ ആൻഡ് കോസ്റ്റൽ ഏരിയാസിൽ ആയിരിക്കില്ല. മേ ബി അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം നമ്മൾ എന്ത് പൊസിഷൻ ചെയ്യുന്നത്, നമ്മളെ പൊസിഷൻ ചെയ്യുന്നത് ലെഷർ ഗസ്റ്റുകളുടെ കസ്റ്റമർ സെഗ്മെന്റിലേക്ക് നമ്മളെ പൊസിഷൻ ചെയ്യാനുള്ള റീസൺ അതൊക്കെ ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ ഫർദർ നമുക്ക് ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. കറന്റ് നമ്മൾ ലെഷർ ഗസ്റ്റ് ആണ് ഫോക്കസ് ചെയ്യുന്നെങ്കിലും നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് പറയാം, നമ്മുടെ സ്പോട്ട് അനാലിസിസ് ഒക്കെ പ്രകാരം നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഈവൻ ദോ വി പ്രൈമർലി ടാർഗറ്റ് ലെഷർ ഗസ്റ്റ്, ബിസിനസ് ഗസ്റ്റുകളെയും ട്രീറ്റ് ചെയ്യാനുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ നോക്കണം. കാരണം ബിസിനസ് അവരുടെ പ്രൈസ് സെൻസിറ്റിവിറ്റി എന്താണ്, ലോ ആണ്, അല്ലെ. അവർ അത്രയും പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ബിസിനസ് ഗസ്റ്റ് എന്ന കസ്റ്റമർ സെഗ്മെന്റ് എക്സ്പ്ലോർ ചെയ്യാൻ ഉള്ള പൊട്ടൻഷ്യൽ നമുക്കുണ്ടെങ്കിൽ വി ഷുഡ് ഡു ദാറ്റ് എന്നുള്ളത് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൂടെ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് തുടക്കത്തിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഓക്കെ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാമോ? ഓക്കെ, ഈ ഒരു പേസിൽ പോയാലേ നമുക്ക് ഇത് തീർക്കാൻ കഴിയത്തുള്ളൂ, 2-3 days എടുത്തിട്ട്. അതുകൊണ്ടാണ് പോകുന്നത്. സ്റ്റിൽ ഞാൻ വീണ്ടും പറയണം, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ആസ്ക് ഇൻ ദ ചാറ്റ് ബോക്സ് ഓർ എൽസ് ക്യാൻ കണക്ട് മീ വിയ വാട്സ്ആപ്പ്. ഓക്കെ, ശരി, മുന്നോട്ട് പോകാം. അടുത്ത റേറ്റിംഗ് സിസ്റ്റം ആണ്. റേറ്റിംഗ് സിസ്റ്റത്തെ പറ്റി പറഞ്ഞത്, റേറ്റിംഗ് സിസ്റ്റം ഫ്രം 1 star to 5 star is used to classify hotels in Iceland, with 1 denoting most basic accommodation and 5 the highest quality. Okay, ratings are awarded annually by inspectors from National Tourist Board. Visit Iceland. വിസിറ്റ് ഐസ്ലാൻഡ് എന്താന്നൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്കറിയാം, കാണാം. ദേ ആർ ബേസ്ഡ് ഓൺ, അപ്പൊ ഈ സ്റ്റാർ റേറ്റിംഗ്സ് യൂഷ്വലി കൊടുക്കുന്നത് റൂം ക്വാളിറ്റി, ദ സൈസ് ഓഫ് റൂംസ്, റേഞ്ച് ആൻഡ് ക്വാളിറ്റി ഓഫ് ഫെസിലിറ്റീസ്, ദ സർവീസ് പ്രൊവൈഡഡ് ബൈ ദ സ്റ്റാഫ്, പിന്നെ അഡീഷണൽ അമ്യൂണിറ്റീസ്, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഇതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നമ്മളുള്ളത് 4 star സെഗ്മെന്റ് ആയതുകൊണ്ട് തന്നെ എന്തൊക്കെ വേണം? ഗസ്റ്റ് റൂംസ് ഉണ്ടാവണം, ഒബ്വിയസ്ലി റൂം എന്തായാലും വേണം, പ്രൈവറ്റ് ബാത്റൂം ഫെസിലിറ്റീസ്, ബ്രേക്ക്ഫാസ്റ്റ്, റെസ്റ്റോറന്റ് ആൻഡ് ബാർ ഓഫറിംഗ് ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ്, പ്ലസ് വൈഡ് റേഞ്ച് ഓഫ് അമ്യൂണിറ്റീസ്, ടെലിവിഷൻ, അയണിംഗ് എക്യുപ്മെന്റ്, വൈഫൈ, കോംപ്ലിമെന്ററി ടീ ആൻഡ് കോഫി മേക്കിംഗ് ഫെസിലിറ്റീസ്,
പിന്നെ സ്വിമ്മിംഗ് പൂൾ, ഫിറ്റ്നസ് സെന്റർ, സ്പാ ആൻഡ് അതർ ബ്യൂട്ടി ട്രീറ്റ്മെന്റ്സ്, ഇങ്ങനെയുള്ളതെല്ലാം 4-സ്റ്റാർ ഹോട്ടൽ ചെയിൻ ആയ ലെവൽ PLCയിൽ അല്ലെങ്കിൽ ലെവൽ കമ്പനിയിൽ എന്തായാലും ഉണ്ടാവണം. ഓക്കെ, ബിക്കോസ് നമ്മൾ 4-സ്റ്റാർ ആണ്. 5-സ്റ്റാറിലേക്ക് പോകണമെങ്കിൽ നമ്മളിപ്പോ കറന്റ് 4-സ്റ്റാർ ആയതുകൊണ്ട് 5-സ്റ്റാറിലേക്ക് പോകണമെങ്കിൽ എന്തൊക്കെയാ നോക്കിയേ, വേൾഡ് ക്ലാസ് ലക്ഷറി ആണ് 5-സ്റ്റാർ ഹോട്ടൽസിലേക്ക് വരുമ്പോൾ. അതേ ഉള്ള അഡീഷണൽ എന്തൊക്കെയാ, ഓഫർ പേഴ്സണലൈസ്ഡ് സർവീസ്, ഷോഫേഴ്സ് എന്ന് പറഞ്ഞാൽ ഡ്രൈവേഴ്സ്, നമ്മൾ ഈ എയർപോർട്ടിൽ നിന്ന് പിക്ക് ആൻഡ് ഡ്രോപ്പും, പിന്നെ ഈ പറയുന്ന എസ്ലാൻഡിൽ ഏതെങ്കിലും ഇവന്റ്സിലേക്കൊക്കെ പോകാനാണെങ്കിൽ ഡ്രൈവ് ചെയ്ത് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ ഡ്രൈവേഴ്സും കാര്യങ്ങളും, അത് അവരെയാണ് ഷോഫേഴ്സ് എന്ന് പറയാം. ആൻഡ് ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റ്സ്. ഇപ്പൊ പ്രത്യേകം മനസ്സിലാക്കുക, റെസ്റ്റോറന്റ് ഓൾറെഡി ഇവിടെ പറയുന്നുണ്ട്, വി ഓൾറെഡി ഹാവ് എ റെസ്റ്റോറന്റ്. അപ്പൊ ഫൈൻ ഡൈനിങ് റെസ്റ്റോറന്റ് എന്ന് ഉദ്ദേശിച്ചത് കുറച്ചുകൂടെ ഒരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന റെസ്റ്റോറന്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ സിനാരിയോ വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതുകൂടെ പറഞ്ഞിട്ട് പറയാം. The prices a hotel charges reflect its star rating, with luxury hotels charging much higher prices than basic hotel. കോമൺ സെൻസ് ആയിട്ടുള്ള കാര്യം അല്ലെ. 5-സ്റ്റാർ ആണെങ്കിൽ കൂടുതൽ റേറ്റ് നമുക്ക് ചാർജ് ചെയ്യാൻ കഴിയും, 4-സ്റ്റാർ അതിനേക്കാളും കുറവായിരിക്കും. ഓക്കെ, ആ രീതിയിലാണ്. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ മുന്നിൽ ഇപ്പോഴും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. വി ക്യാൻ അപ്ഗ്രേഡ് ലെവൽ ടു 5-സ്റ്റാർ പൊസിഷനിങ് വെരി ഈസിലി. നമുക്ക് ഒരു 5-സ്റ്റാർ പൊസിഷനിലേക്ക് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം 4-സ്റ്റാറിൽ ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത 5-സ്റ്റാറിലേക്ക് പോകുന്ന സമയത്ത് കുറച്ചൊരു ലക്ഷറി ആയിട്ട് കാര്യങ്ങൾ ട്രീറ്റ് ചെയ്യാന്നുള്ളതാ. എന്താ, ഗസ്റ്റ് വരുമ്പോൾ പേഴ്സണലൈസ്ഡ് സർവീസ് കൊടുക്കാൻ പറ്റുക. ഗസ്റ്റ് ഇപ്പൊ എന്തെങ്കിലും സ്പെഷ്യൽ റിക്വയർമെന്റ് പറയാണ്, എനിക്ക് എന്താ പറയാ കുറച്ച് ഹൈറ്റിലുള്ള ബെഡ് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെസിഫിക് കാര്യങ്ങളൊക്കെ അവർ പറയുകയാണെങ്കിൽ, എന്തെങ്കിലും റിക്വസ്റ്റുകളൊക്കെ അവർ നടത്തുകയാണെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. സെക്കൻഡ് വൺ, ഷോഫേഴ്സ് ആൻഡ് ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റ്. സിൻസ് വി ഓൾറെഡി ഹാവ് എ റെസ്റ്റോറൻറ്റ്, അപ്പൊ 4-സ്റ്റാറിൽ നിന്ന് 5-സ്റ്റാറിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരുപാട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഒരു പക്ഷെ ലെവലിനെ സംബന്ധിച്ച് പോസിബിൾ ആവുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ, സോ എക്സാമിന് പ്രഡിക്ഷൻ ഒന്നുമാണെന്ന് വിചാരിക്കരുത്. എക്സാമിന് ചിലപ്പോൾ ദർ മൈറ്റ് ബി എ പ്രപ്പോസൽ ഓൺ ലെവൽ PLC കൺവേർട്ടിംഗ് ഇൻ ടു 5-സ്റ്റാർ റെസ്റ്റോറൻറ്റ്സ്. അതിന്റെ ഒരു എക്സിബിറ്റർ സിനാരിയോ ഒക്കെ തന്നിട്ട് ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇനി അങ്ങനെ ചോദിച്ചു എന്നിരിക്കട്ടെ, എന്തായിരിക്കും നമുക്ക് അവിടെ പറയുന്നത്? ഒരു പോസിറ്റീവ് കാര്യം ഇതാണ്, സിൻസ് വി ആർ ഓൾറെഡി റണ്ണിങ് ഓൺ എ 4-സ്റ്റാർ സെഗ്മെന്റ്, അതിൽ നിന്ന് 5-സ്റ്റാർ സെഗ്മെന്റിലേക്ക് പോകുന്ന സമയത്ത് ദർ ഇസ് നോ നീഡ് ഓഫ് മച്ച് ഹെവി ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ പറയാം. പിന്നെ 5-സ്റ്റാർ ആയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മളുടെ ADR എന്നൊരു മെഷർ നിങ്ങൾ കണ്ടതാണ്, KPI, ADR, ആവറേജ് ഡെയിലി റേറ്റ് അല്ലെ. ഒരു ദിവസം നമുക്ക് കൂടുതൽ ചാർജ് ചെയ്യാം. ബേസിക്കലി നമ്മുടെ ടിക്കറ്റ് സൈസ് വളരെ ഹയർ ആയിരിക്കും. 4-സ്റ്റാർ റേറ്റിംഗ് ഒരു റൂമിന്റെ റേറ്റിനേക്കാളും കൂടുതൽ നമുക്ക് ചാർജ് ചെയ്യാൻ കഴിയും 5-സ്റ്റാർ ആണ്. അപ്പൊ അതൊക്കെയാണ് ഒരു ബെനിഫിറ്റ് സൈഡിൽ പറയാനുള്ളത്. ഓക്കെ, ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് സൈഡ് അത് 4-സ്റ്റാർ 5-സ്റ്റാർ ആക്കുമ്പോഴുള്ള ഡിസഡ്വാൻറ്റേജ് എന്താന്ന് ആർക്കെങ്കിലും കമന്റ് ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ. വെരി ഗുഡ്. ഓൾറെഡി ലെഷർ ട്രാവലേഴ്സ് ഒക്കെ പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളാണ് അല്ലെ. അപ്പൊ അവർ 5-സ്റ്റാറിലേക്കൊന്നും പോകണമെന്നില്ല. ശരിയാണ്, നിങ്ങൾ 5-സ്റ്റാർ ഉണ്ടെങ്കിൽ വളരെ പ്രീമിയം കസ്റ്റമേഴ്സ് വരുന്ന ഒരു സിനാരിയോ ഒക്കെ ഉണ്ടാവാം. പക്ഷേ ലുക്കിംഗ് കുറച്ചുകൂടെ താഴേക്ക് പോകുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്, ടോപ്പ് 5 പ്ലേയേഴ്സ് ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നില്ല, ഓർക്കുന്നുണ്ടോ? ഒരു 5 പ്ലേയേഴ്സിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു, ബെസ്റ്റൺ, ഹാലിയട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ 5 പ്ലേയേഴ്സിലെ 3 പേരും 3-സ്റ്റാറും 2 പേര് 4-സ്റ്റാറുമാണ്. 5-സ്റ്റാർ ഉള്ള ഒരു പ്ലെയർ പോലും ടോപ്പ് 5 വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദ പീപ്പിൾ ഇൻ എസ്ലാൻഡ് ആർ നോട്ട് റെഡി ടു പേ ഹയർ പ്രൈസസ്, അല്ലെങ്കിൽ അത്രയും പ്രീമിയം ആയിട്ടുള്ള ആളുകൾ ഉള്ള ഒരു കൺട്രി അല്ല എസ്ലാൻഡ് എന്നുള്ളത് വേണമെങ്കിൽ പറയാം. പിന്നെ ഇക്കണോമിക് ഡൗൺ ടേണിന്റെ കാര്യങ്ങളൊക്കെ സിനാരിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ഹോട്ടലിൽ വന്ന് സ്റ്റേ ചെയ്ത് എന്താ പറയുക എൻജോയ് ചെയ്ത് പോകുവാൻ വേണ്ടിയിട്ട് അവര് കൂടുതലും ചൂസ് ചെയ്യുന്നത് 3-സ്റ്റാർ 4-സ്റ്റാർ ഹോട്ടൽസ് തന്നെയാണ്. അതുകൊണ്ടാണ് അവരൊക്കെ ടോപ്പ് 5 വന്നത്. ഒരു 5-സ്റ്റാർ ഹോട്ടൽ പോലും ടോപ്പ് 5 കാണിച്ചിട്ടില്ല. സോ ലെവലിന്റെ ഇപ്പോഴത്തെ ഒരു പൊസിഷൻ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ലെവലിന് നല്ലത്. 5-സ്റ്റാർ ആക്കുന്നതിനേക്കാളും ഒരുപക്ഷെ നല്ലത് അത് തന്നെ ആയിരിക്കാം. ഓക്കെ, പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ കാര്യം പറയാം, നോട്ട് റെഡി ടു സ്പെൻഡ്. പിന്നെ നമ്മുടെ ടോപ്പ് 5 കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, ബിസിനസ് ട്രാവൽ ഇപ്പൊ കുറവല്ലേ, ഓൺലൈൻ വേല. ഇപ്പൊ ബിസിനസ് ട്രാവൽ ഇപ്പൊ കുറവാണ് എന്നുള്ളതല്ല പറയുന്നത്. നമ്മൾ ലെഷർ ഗസ്റ്റിനെയാണ് ചെയ്യുന്നത്. ഓൺലൈൻ വഴി ഇപ്പൊ അത് സസ്റ്റൈനബിൾ ആക്കാൻ വേണ്ടിയിട്ട് പല കമ്പനീസും
പണ്ട് എങ്ങനെയായിരുന്നു, ഇപ്പൊ ഓൺലൈൻ പരിപാടിയൊക്കെ വരുന്നതിന് മുന്നേ നേരെ ട്രാവൽ ചെയ്തിട്ട് അവരെ മീറ്റ് ചെയ്തിട്ട് തിരിച്ചു പോരുക എന്നുള്ളതായിരുന്നു. അപ്പൊ ആ ട്രാവലിലുള്ള CO2 എമിഷൻ ഒക്കെ റിഡ്യൂസ് ചെയ്യണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ സസ്റ്റൈനബിലിറ്റി എന്ന ഫാക്ടർ മനസ്സിലാക്കിക്കൊണ്ട് ഓർഗനൈസേഷൻസ് ഓൺലൈൻ മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്ത് പരമാവധി കാര്യങ്ങൾ അങ്ങനെ തന്നെ സോർട്ട് ഔട്ട് ചെയ്ത് തുടങ്ങി. ഓക്കെ, അപ്പോ അത് ബിസിനസ് അത് നമ്മൾ വരുന്നുണ്ട്, അത് ആ പോയിന്റിനെ പറ്റി സംസാരിക്കാം. ഓക്കെ ഓക്കെ, ആക്ച്വൽ നിക്ക് നിക്ക് ഇപ്പൊ പറയണ്ട, ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ അത് മിക്സപ്പ് ആവും. ആക്ച്വൽ നമ്പർ ഓഫ് ഹോട്ടൽസിനെ പറ്റിയൊക്കെ പറയാം എന്തായാലും. എന്തായാലും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പൊ ബിസിനസ് ട്രാവലേഴ്സ് കുറയാണ് എന്ന രീതിയിലല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളിപ്പോ ലെഷർ ഗസ്റ്റ് ആണ്, നമ്മളെ ഇപ്പൊ അത് കാര്യമായിട്ട് അഫക്ട് ചെയ്യുന്നില്ല. അതിനെപ്പറ്റിയും നമ്മൾ പറയുന്നുണ്ട്, മുന്നോട്ട് പോകുമ്പോൾ നോക്കാം. So, opportunity to upgrade to a 5-star position level is currently a 4-star. Since it already offers strong service quality, good facilities, unique hotel design. അപ്പൊ കുറച്ച് ലക്ഷറീസ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ വലിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാതെ നമുക്ക് 5-സ്റ്റാറിലേക്ക് പോകാം. അങ്ങനെയാണെങ്കിൽ ഹയർ റൂം റേറ്റ്സ് ചാർജ് ചെയ്യാൻ കഴിയും. പിന്നെ പ്രീമിയം സ്റ്റേ നോക്കുന്നവർക്ക് നമ്മളൊരു ഓപ്ഷനായി മാറുകയും ചെയ്യും. However, Eslan market is mainly filled with 3-star hotels and many guests are price conscious. അതാണ് ഒരു പോയിന്റ്. ഓക്കെ, then financial impact. Higher star rating allows hotel to charge higher prices, but they also require higher cost. നേരത്തെ നമുക്ക് ഓൾറെഡി ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. ഈ ഫൈൻ ഡൈനിങ് റെസ്റ്റോറന്റ് എന്ന രീതിയിൽ ഒരു ലക്ഷറി സർവീസ് കൊടുക്കുമ്പോഴേക്കും അല്ലെ, വി ഹാവ് ടു മെയിൻറ്റെയിൻ ആ രീതിയിലുള്ള സർവീസ് കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു 5-സ്റ്റാർ സർവീസ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ കോസ്റ്റും ഒബ്വിയസ്ലി കൂടും. സോ ദിസ് വിൽ ഡെഫിനറ്റ്ലി ഇൻക്രീസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആസ് വെൽ. ഓക്കെ, ഇനി സ്റ്റാർ റേറ്റിംഗ്സ് ആർ അസസ്ഡ് ആനുവലി, സോ ഡ്രോപ്പ് ഇൻ സ്റ്റാൻഡേർഡ് ക്യാൻ റിസൾട്ട് ഇൻ എ ലോവർ റേറ്റിംഗ്. അതായത് 4-സ്റ്റാറിൽ നിന്ന് 5-സ്റ്റാർ ആവുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും റെപ്യൂട്ടേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം അല്ലെ. 4-ൽ നിന്ന് 5-ലേക്ക് പോയി, ദാറ്റ് ഇസ് ഗുഡ്. പക്ഷെ ഒരു തവണ നമ്മൾ 5-ൽ എത്തിയിട്ട് വീണ്ടും വിസിറ്റ് എസ്ലാൻഡ് ടീം ഒന്ന് ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ താഴേക്ക് ഡ്രോപ്പ് ചെയ്യുന്ന സിനാരിയോ, അല്ലെങ്കിൽ 4-സ്റ്റാർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ 3-സ്റ്റാറിലേക്ക് പോകുന്ന ഒരു സിനാരിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ തിങ്സ് വിൽ ബി വെരി ഡിഫിക്കൾട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിലെ ഒരു റിസ്ക് കൺസിഡറേഷൻ സൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഇൻഡസ്ട്രി സ്ട്രക്ചർ. 2 രീതിയിലുള്ള സ്ട്രക്ചർ ആണ് ഇൻഡസ്ട്രിയിലുള്ളത്. വൺ ഇസ് ചെയിൻ ഹോട്ടൽസ് ആൻഡ് ദ അതർ വൺ ഇസ് ഇൻഡിപെൻഡന്റ് ഹോട്ടൽ. ചെയിൻ ഹോട്ടൽ നമ്മുടെ ലെവലിനെ പോലെയുള്ള ഹോട്ടൽ. ലെവൽ ഇപ്പോൾ ഓൾറെഡി ചെയിൻ ഹോട്ടലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 35 ഹോട്ടലുണ്ട്. എല്ലാ ഹോട്ടലിന്റെയും പേര് ലെവൽ എന്ന് തന്നെയാണ്, ബ്രാൻഡ് നെയിം സെയിം ബ്രാൻഡ് നെയിം കീപ്പ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇതിലൊരു വ്യത്യാസമുള്ളത് സ്റ്റാൻഡേർഡൈസ്ഡ് ഡിസൈൻ അല്ല ലെവലിലുള്ളത്. അത് നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് കാണാം അല്ലെ. ലെവൽ ഇപ്പം സേ ഫോർ എക്സാമ്പിൾ എറണാകുളത്ത് ഒരു ഹോട്ടൽ ഉണ്ടെങ്കിൽ ആ ഹോട്ടലിൽ അവർ ഇന്റീരിയർ കൊടുത്തിരിക്കുന്ന തീമും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവിടുത്തെ ഹിസ്റ്ററിയും കൾച്ചറും ഒക്കെ അബ്സോർബ് ചെയ്തിട്ട്, ഇപ്പൊ ഫോർട്ട് കൊച്ചി അല്ലെങ്കിൽ മറ്റേ ചൈനീസ് കൊച്ചിയിലുള്ള നെറ്റ്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇമേജ് ഒക്കെ ആയിട്ടൊക്കെ കൊണ്ടുവന്ന ആ രീതിയിൽ ഒരു കൾച്ചർ ആയിരിക്കും. കാലിക്കറ്റ് ആണ് ഒരു ഹോട്ടൽ ഉള്ളതെങ്കിൽ അല്ലെ, കാലിക്കറ്റ് ബീച്ചും ആ രീതിയിലുള്ള ഒരു ട്രഡീഷൻ ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഡിസൈൻ ആയിരിക്കാം അവർ ചെയ്യുന്നുണ്ടാവും. അപ്പോ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഡിസൈൻ ആണ് യൂഷ്വലി എല്ലാ ഹോട്ടൽസിലും വെക്കുന്നത്, സാധാരണ ചെയിൻ ഹോട്ടൽസിലൊക്കെ വെക്കുന്നത്. വിച്ച് മീൻസ് ഗസ്റ്റ് ഹാവ് സിമിലർ എക്സ്പീരിയൻസ് ഇഫ് ദേ സ്റ്റേ ഡിഫറെന്റ് ഹോട്ടൽ. ഏത് ഹോട്ടലിൽ നിന്ന് കഴിഞ്ഞാലും ദേ ഗെറ്റ് ദ സെയിം എക്സ്പീരിയൻസ്. ഇതിന്റെ പെയിന്റും കളറും ഇതൊക്കെ തീം ഒക്കെ സെയിം തന്നെയാണ്. പക്ഷെ ലെവലിന്റെ കേസിൽ അങ്ങനെയല്ല അല്ലെ. എന്ന് വിചാരിച്ചത് ചെയിൻ ഹോട്ടൽ അല്ലാതാവുന്നില്ല, ചെയിൻസ് തന്നെയാണ്. ദേ ഹാവ് എ സിംഗിൾ വെബ്സൈറ്റ് വെയർ ഗസ്റ്റ് ക്യാൻ മേക്ക് ബുക്കിംഗ്സ് ഫോർ എനി ഓഫ് ദ ഹോട്ടൽസ് ഇൻ ദ ചെയിൻ. ഇത് ഇൻഡസ്ട്രിയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ചെയിൻ ഹോട്ടൽ ഉണ്ട്. അതേപോലെ അത്രയും വലിയ ഗ്രൂപ്പ് ഒന്നുമല്ല, അത്രയും വലിയ ചെയിൻ സെറ്റപ്പിനൊന്നും ഇൻവെസ്റ്റ്മെന്റ് ഒന്നും പറ്റാത്ത സാധാരണ ആളുകൾ തുടങ്ങി വെക്കുന്ന ഒരുപാട് ഇൻഡിപെൻഡന്റ് ഹോട്ടൽസ് ഉണ്ട്. ഓക്കെ, ചിലപ്പോൾ അവർക്ക് ഒരു ഹോട്ടലോ 2 ഹോട്ടലോ ഒക്കെ തുടങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. സോ ദീസ് ആർ ബിസിനസ്സസ് വിച്ച് ഓപ്പറേറ്റ് എ സിംഗിൾ ഹോട്ടൽ റാദർ ദാൻ ബീങ് പാർട്ട് ഓഫ് ദ ചെയിൻ. ഓക്കെ, operating independently allows greater flexibility and enables hotels to offer a unique experience to guests. However, they cannot benefit from the economies of scale. ചെയിൻ ഹോട്ടലാണ്, ഇപ്പൊ ലെവലിനെ പോലെ ഒരു ചെയിൻ ഹോട്ടൽ ആണെങ്കിൽ ഈ 35 ഹോട്ടലില് 80 ബെഡ്റൂംസ് ഉണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ട്. 80 റൂംസിലേക്കും വേണ്ട ബെഡ്ഷീറ്റുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള മെറ്റീരിയൽസ്, വാട്ട് എവർ ബി ദ വേരിയബിൾസ്, ഇത് ഒന്നിച്ച് പെർച്ചേസ് ചെയ്യുന്ന സമയത്ത് ബൾക്ക് പർച്ചേസ് ഡിസ്കൗണ്ട് ഒക്കെ കാരണം കോസ്റ്റ് നല്ല രീതിയിൽ മിനിമൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇൻഡിപെൻഡന്റ് ഹോട്ടൽസിന്റെ കേസിൽ അത്രയും ബൾക്ക് പർച്ചേസ് ഡിസ്കൗണ്ടോ ആ ഒരു ബാർഗെയിനിങ് പവർ അവർക്ക് ഉണ്ടാവില്ല. കാരണം അവർക്ക് അത്രയധികം വാങ്ങാനുണ്ടാവില്ല, റൈറ്റ്. അപ്പൊ ആ രീതിയിൽ ഇക്കണോമിക്സ് ഓഫ് സ്കെയിലിൽ നിന്നും ബെനിഫിറ്റ് ആക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഇൻഡിപെൻഡന്റ് ഹോട്ടൽസ് എ സിഗ്നിഫിക്കന്റ് പാർട്ട് ഓഫ് മാർക്കറ്റ്, അക്കൗണ്ടിങ് ഫോർ 40%. 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിയർലി 50 അല്ലേ. അപ്പൊ പകുതിയോളം എസ്ലാൻ മാർക്കറ്റിൽ പകുതിയോളം സപ്ലൈ നടത്തുന്നത് ഇൻഡിപെൻഡന്റ് ഹോട്ടൽസ് തന്നെയാണ്. ഓക്കെ,
However, there has been consolidation within the industry. ഏതൊരു ഇൻഡസ്ട്രിയിലും കൺസോളിഡേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ആ ഇൻഡസ്ട്രി അത്രയും കോമ്പറ്റേറ്റീവ് ആയിരിക്കും, അത്രയധികം കോമ്പറ്റീഷൻ ആ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവും. പ്ലസ് ആ ഇൻഡസ്ട്രി ഹൈലി ഫ്രാഗ്മെന്റഡ് ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്ത് ഹോട്ടൽ ചെയിൻസ് ബൈ അപ്പ് ഇൻഡിപെൻഡന്റ് ഹോട്ടൽസ് ആൻഡ് ലാർജർ ചെയിൻസ് അക്വയറിംഗ് സ്മോളർ ചെയിൻസ്. ഓക്കെ, അപ്പോ ഈ പോയിന്റിൽ എക്സാമിന് വന്നേക്കാവുന്ന അടുത്ത ഒരു പൊട്ടൻഷ്യൽ സിനാരിയോ ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഹോട്ടൽ ചെയിൻസ് ബൈങ് അപ്പ് ഇൻഡിപെൻഡന്റ് ഹോട്ടൽസ്. നമ്മൾ പറഞ്ഞൊരു 50% റൂം സപ്ലൈ നടത്തുന്ന ഒരുപാട് ഇൻഡിപെൻഡന്റ് ഹോട്ടൽസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് അക്വയർ ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. ഓക്കെ, അല്ലെങ്കിൽ ലാർജർ ചെയിനായ ആളുകൾ സ്മോളർ ചെയിൻസിനെ അക്വയർ ചെയ്യുക എന്നുള്ളത് ഒരു ഓപ്ഷനാണ്. ദർ ഇസ് ഇന്റൻസ് കോമ്പറ്റീറ്റീവ് പ്രഷർ ബിറ്റ്വീൻ ഹോട്ടൽ ചെയിൻസ്. ഓക്കെ, hotel chains in Estland have also increased their number of hotels through organic growth and partnering arrangements, in particular franchise agreements. അപ്പോൾ ഈ ഒരു സിനാരിയോയിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം, എക്സാമിന് വന്നേക്കാവുന്ന ഒരു പെർട്ടിക്കുലർ സിനാരിയോ ആണ് ലെവൽ എന്ന നമ്മളുടെ കമ്പനി ഒരു ചെയിൻ ആണെന്ന് പറഞ്ഞു അല്ലെ. ലെവല് ചിലപ്പം മറ്റൊരു ചെറിയ ചെയിനിനെ അക്വയർ ചെയ്യാം. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഫൈനാൻഷ്യൽ ഡാറ്റയും കാര്യങ്ങളും തന്നിട്ട് ഒരു എക്സിബിറ്റ് ചിലപ്പോൾ ഉണ്ടാവാം, അതിനുള്ള സാധ്യതയുണ്ട്. ലെവല് ചിലപ്പോ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് ഹോട്ടലുകളെ അക്വയർ ചെയ്യാം. ഇതുവരെ നമുക്കറിയാം ലെവല് പക്ക ഓർഗാനിക് ഗ്രോത്ത് ആണ്. അവര് സ്റ്റാർട്ട് ചെയ്ത കഴിഞ്ഞ 40 ഇയേഴ്സിന്റെ ഹിസ്റ്ററിയിൽ അവര് സ്റ്റാർട്ട് ചെയ്ത 35 ഹോട്ടൽസും 35 ഹോട്ടൽസും ഓർഗാനിക് ഗ്രോത്ത് ആണെന്ന് നമ്മൾ കണ്ടതാ അല്ലെ. ഓരോ ഹോട്ടൽ അവർ തന്നെ ബിൽഡ് ചെയ്ത് അങ്ങനെ അങ്ങനെ സ്ലോവർ ഗ്രോത്ത് ആണ്, ഓർഗാനിക് ഗ്രോത്ത് ആണ്. പക്ഷെ സിൻസ് ഡ്യൂ ടു ദ ഇന്റൻസ് കോമ്പറ്റീഷൻ ദാറ്റ് ദ ഇൻഡസ്ട്രി ഈസ് ഫേസിങ്, സ്പീഡ് ഗ്രോത്തിലേക്ക് പോകുവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, അക്വിസിഷൻ നടത്താനുള്ള സാധ്യതയുണ്ട്. ദേ മൈറ്റ് അക്വയർ സ്മോളർ ചെയിൻസ്, they might acquire independent hotels, they might start partnering arrangements like franchise agreements. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ അപ്പൊ 3 ക്വസ്റ്റ്യൻ സിനാരിയോസ് ആണ് ഞാൻ പറയുന്നത്. പിന്നെ മുന്നേ ഒരു ക്വസ്റ്റ്യൻ സിനാരിയോ പറഞ്ഞത് 4 സ്റ്റാറിൽ നിന്ന് 5 സ്റ്റാറിലേക്കോ അല്ലെങ്കിൽ 5 സ്റ്റാറിൽ നിന്ന് ഡൗൺഗ്രേഡ് ചെയ്യുന്ന ഒരു സിനാരിയോ പറഞ്ഞു. അതേപോലെ ബിസിനസ് ഗസ്റ്റുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു പൊട്ടൻഷ്യൽ പ്രോഗ്രാം വരുന്ന കാര്യം. നമ്മളിപ്പോ ലെഷർ ഗസ്റ്റ് മാത്രമേ ഉള്ളൂ, സർവീസ് ഡൈവേഴ്സിഫിക്കേഷൻ അല്ലെ, കസ്റ്റമർ ഡൈവേഴ്സിഫിക്കേഷൻ, കസ്റ്റമർ സെഗ്മെന്റ് ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ എക്സാം സിനാരിയോസ് വരാം, ഇതിൽ എങ്ങനെ വേണമെങ്കിലും വരാം. ഇതൊക്കെ ഞാൻ പെട്ടെന്ന് നോക്കിയ സമയത്ത് വളരെ ഈസിലി എക്സാമിനർക്ക് ബ്രിങ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന സിനാരിയോസ് ആണ്. ഓക്കെ, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടോപ്പ് 5 ഒരു പ്ലെയർ നമ്മളെ അക്വയർ ചെയ്യുന്ന രീതിയിലും പറയാം അല്ലെ. നമുക്ക് ആകെ 35 ഹോട്ടൽസ് ഉള്ളെങ്കിൽ 80-90 ഹോട്ടൽസ് ഉള്ള മറ്റു വലിയ പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോ ആ പ്ലേയേഴ്സ് 4 സ്റ്റാർ റേറ്റിംഗിൽ തന്നെ അല്ലെങ്കിൽ ആ സെഗ്മെന്റിൽ നിൽക്കുന്ന പ്ലേയേഴ്സ്, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് നിൽക്കുന്ന പ്ലേയേഴ്സ് നമ്മളെ അക്വയർ ചെയ്യുന്ന സിനാരിയോസും ചിലപ്പോൾ ഉണ്ടാകാം. ഓക്കെ, സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിനെപ്പറ്റി സംസാരിക്കണമെങ്കിൽ വി നീഡ് എക്സിബിറ്റ് ഇൻഫർമേഷൻ. ഓക്കെ, ശരി, മുന്നോട്ട് പോവാം. കോമ്പറ്റേറ്റീവ് പ്രഷർ നമ്മൾ പറഞ്ഞു. ഹോട്ടൽ മാർക്കറ്റ് ഇസ് ഹൈലി കോമ്പറ്റേറ്റീവ്. ചെയിൻസ് കോമ്പീറ്റ് അഗ്രസീവ്ലി ഓൺ സർവീസ് ക്വാളിറ്റി, ബ്രാൻഡ് റെപ്യൂട്ടേഷൻ, പ്രൈസ്, while independent hotels compete on uniqueness and personalized service. This impact occupancy rate, pricing strategies, marketing spend, investment decision for chains like Level. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോമ്പറ്റീഷൻ ഉള്ള സമയത്ത് അവിടെ പെട്ടെന്ന് നമുക്ക് സൊല്യൂഷൻ ആയിട്ട് പറയാൻ തോന്നുന്ന പ്രൈസ് കുറയ്ക്കുക, പ്രൈസ് വാറിലേക്ക് പോവുക എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പൊ അതൊരിക്കലും ഒരു സ്ട്രാറ്റജി ആയിട്ട് പറയരുതെന്നുണ്ടായിരുന്നു. യു ക്യാൻ സേ ആൻസർ ലൈക്ക് വി ക്യാൻ ഗീവ് ഡിസ്കൗണ്ട്സ്. നമ്മളൊരു സെല്ലിംഗ് പ്രൈസ് സെറ്റ് ചെയ്തിട്ട് വി ക്യാൻ ഗീവ് ഡിസ്കൗണ്ട്സ് ഉണ്ട്. അല്ലെങ്കിൽ 3 ഡേയ്സ് ഒന്നിച്ച് ബുക്ക് ചെയ്യുന്നവർക്ക്, ലോങ് സ്റ്റേസ് ബുക്ക് ചെയ്യുന്നവർക്ക് ഡിസ്കൗണ്ട്സ് നമുക്ക് ഓഫർ ചെയ്യാം. ഒരിക്കലും അവിടെ പ്രൈസ് വാർ എന്ന രീതിയിൽ നിങ്ങൾ പറയരുത്, ഡിസ്കൗണ്ട്സ് ഓഫർ ചെയ്യാം. അവിടെ യൂസ് ചെയ്യേണ്ട റൈറ്റ് ടേം ഡിഫറൻസിയേഷൻ എന്നുള്ളതാണ്. ഓക്കെ, അത് മാർക്കറ്റിംഗിൽ ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, നല്ല ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, പ്രൈസിംഗിൽ ഈ പറയുന്ന ഡിസ്കൗണ്ട് കൊണ്ടുവന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, ആ രീതിയിലാണ് നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത്. ഇനി ഇക്കണോമീസ് ഓഫ് സ്കെയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്താണ് സ്റ്റാൻഡേർഡൈസ്? 35 ഹോട്ടൽസിലും ഏകദേശം 80 റൂംസ് ആണ് ഉള്ളത്. ഇത്രയധികം റൂംസിലേക്ക് വേണ്ട ഒരുപാട് ബൾക്ക് പർച്ചേസ് മെറ്റീരിയൽ പ്രൊക്യൂർമെന്റിന്റെ സൈഡിൽ ചെയ്യാനുണ്ട്. അതേപോലെ ഇത്രയും ഹോട്ടൽസിലേക്ക് വേണ്ട മാർക്കറ്റിംഗ് നമുക്ക് കോമൺ ആയിട്ട് ചെയ്യാം. അങ്ങനെ കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഷെയർഡ് സിസ്റ്റംസ് ഉള്ളത് കൊണ്ട് ചെയ്യാവുന്ന ഒരുപാട് ഇൻഎഫിഷ്യൻസീസ് ഉണ്ട്. ആ രീതിയിൽ കോസ്റ്റ് സേവിങ്സ് നമുക്ക് വരുത്താം. നോട്ട് ജസ്റ്റ് ഇൻ കേസ് ഓഫ് ലെവൽ, ബട്ട് ഇൻ ദ കേസ് ഓഫ് ദോസ് ഹു ആർ ഓപ്പറേറ്റിംഗ് ഇൻ ചെയിൻസ്. ഓക്കെ, ഇൻഡസ്ട്രി കൺസോളിഡേഷൻ
ഇഫ് ആൻ ഇൻഡസ്ട്രി ഈസ് വെരി കോമ്പറ്റീവ്, അവിടെ സ്വാഭാവികമായിട്ടും നടക്കുന്ന അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺസോളിഡേഷൻ ആണ്. ഓക്കെ, സ്മോൾ പ്ലേയേഴ്സ് ആർ സ്ട്രഗ്ലിംഗ് ടു സർവൈവ് ഇൻഡിപെൻഡന്റ്ലി. അപ്പോൾ ചെയിൻസ് നമ്മൾ പറഞ്ഞ കാര്യം ഒന്നെങ്കിൽ അവരെ അക്വയർ ചെയ്യാം, അല്ലെങ്കിൽ സ്മോളർ ചെയിൻസിനെ അക്വയർ ചെയ്യാം. ലെവൽ ഇവിടെ സംസാരിക്കേണ്ടത്, ലെവൽസിന്റെ സ്ട്രാറ്റജി വിൽ നീഡ് ടു കൺസിഡർ വെദർ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ അക്വിസിഷൻ, വെദർ ടു അക്വയർ, വെദർ ടു പാർട്ണർ ത്രൂ ഫ്രാഞ്ചൈസ്. ഇനി ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ പോകുന്ന രീതിയിൽ ഓർഗാനിക് ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്ത് പോകണോ? ഇതൊക്കെയാണ് ലെവൽ എടുക്കേണ്ട ഡിസിഷൻസ്. ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തെല്ലാവരും. Next, into business models, there are two main operating models. One is owner managed, the other one is franchised. പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് മനസ്സിലാകാൻ വേണ്ടി ഇവിടെ ഒരു പിക്ചർ ഉണ്ട്. ഓണർ മാനേജ്ഡ് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു ഹോട്ടലിന്റെ കംപ്ലീറ്റ് ഓണർഷിപ്പും അതിന്റെ മാനേജ്മെന്റ്, അതിലുള്ള കൺട്രോൾ, റിസ്ക് എല്ലാം വഹിക്കുന്നത് ഈ ഒരാളാണ്. ഹി ഈസ് ദ ഓണർ ഓഫ് ദി കമ്പനി, ഹി മാനേജസ് ദ എൻറ്റയർ ഹോട്ടൽ. അത് നമുക്ക് വളരെ പെട്ടെന്ന് ഇമാജിൻ ചെയ്യാവുന്ന കാര്യം. ഫ്രാഞ്ചൈസ് ബേസ്ഡ് സർവീസസും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, ഫ്രാഞ്ചൈസ് ബേസ്ഡ് സർവീസസിൽ ഈ കാണുന്ന ആൾക്ക് ഓൾറെഡി ഇങ്ങനെ ഒരു ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇയാൾ ഇതുവരെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇയാളുടെ ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റിനുള്ള കപ്പാസിറ്റി ഇയാൾക്ക് ഉണ്ടായിരുന്നു, റിസോഴ്സസ് ഉണ്ടായിരുന്നു, മണി ഉണ്ടായിരുന്നു. പക്ഷെ ഇയാൾക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇയാൾ ആദ്യമായിട്ടാണ്, ഇയാൾക്ക് ഇത് റൺ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. സോ അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇയാളാണ് ഫ്രാഞ്ചൈസി ലോക്കൽ ഓപ്പറേറ്റർ അല്ലെ, ഇയാൾക്ക് എന്ത് ചെയ്യാം, ഫ്രാഞ്ചൈസർ എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ലെവലിനെ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഹോട്ടൽ ചെയിൻസിന്റെ അടുത്ത് നിന്ന് ബ്രാൻഡ് മേടിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ലെവൽ എന്ന് പേര് എഴുതി വെക്കുക. ഇവിടെ ഹോട്ടലിന്റെ പേര് ലെവൽ എന്ന രീതിയിലാക്കാം. ഇവർ യൂസ് ചെയ്യുന്ന എല്ലാ സിസ്റ്റംസും, ഇവർ യൂസ് ചെയ്യുന്ന ഉള്ളിലുള്ള എല്ലാ പ്രൊസീജിയേഴ്സ്, അവരുടെ ഒരു SOPs ഒക്കെ ഉണ്ടല്ലോ, എല്ലാ ഓപ്പറേഷൻസും കാര്യങ്ങളും എങ്ങനെയാണോ ലെവലിന്റെ മറ്റു ഹോട്ടൽസിൽ നടക്കുന്നത് അതേ രീതിയിൽ ഇവിടെയും ഇംപ്ലിമെന്റ് ചെയ്യാം. അതിനുള്ള കംപ്ലീറ്റ് സപ്പോർട്ടും സിസ്റ്റംസും ആര് തരും? ഫ്രാഞ്ചൈസർ ഫ്രാഞ്ചൈസിക്ക് കൊടുക്കും. ദാറ്റ് ഈസ് ഫ്രാഞ്ചൈസ് മോഡൽ. ഓക്കെ, ഓണർ മാനേജറിൽ നമുക്ക് ഇയാൾക്ക് തോന്നുന്ന പോലെയുള്ള കാര്യങ്ങളാണ്. ഓരോ ദിവസവും ചിലപ്പോൾ ഓരോന്നായിരിക്കും നടക്കുക, ചിലപ്പോൾ പ്രോപ്പർ SOPs ഒന്നും സെറ്റ് ചെയ്തിട്ടുണ്ടാവണമെന്നൊന്നുമില്ല. ഓക്കെ, ഇനി ഓണർ കൺട്രോൾസ് ആൻഡ് മാനേജസ് ഹോൾ ഓപ്പറേഷൻസ് ആൻഡ് ഇസ് ഹോൾലി റെസ്പോൺസിബിൾ ഫോർ സ്ട്രാറ്റജീസ്. ഇൻ ദിസ് കോൺടെക്സ്റ്റ് ഓണർ കുഡ് ഈദർ എ ചെയിൻ ഓർ ആൻ ഇൻഡിപെൻഡന്റ് ഹോട്ടൽ ബിസിനസ്. ഒരു ചെയിൻ, ലെവലിനെ പോലെയുള്ള ഒരു ചെയിൻ ആണെങ്കിലും അവരെ ഓണർ എന്ന് ഡിഫൈൻ ചെയ്യാം. ഇൻഡിപെൻഡന്റ് ഹോട്ടൽ ബിസിനസ് നടത്തുന്നവരെയും ഓണർ എന്ന് തന്നെ ഡിഫൈൻ ചെയ്യാം. ഫ്രാഞ്ചൈസി മോഡല് ഫീ ബേസ്ഡ് അഗ്രിമെന്റ് ആണ് ഫ്രാഞ്ചൈസറും ഫ്രാഞ്ചൈസിയും തമ്മിൽ. ഫ്രാഞ്ചൈസർ അലൗസ് ടു യൂസ് ബ്രാൻഡ് നെയിം സിസ്റ്റംസ്, നമ്മുടെ ഒരു വെബ്സൈറ്റും ബുക്കിംഗ് സിസ്റ്റംസ് ഒക്കെ യൂസ് ചെയ്യാൻ കൊടുക്കും. ഫ്രാഞ്ചൈസർ ഓൾസോ പ്രൊവൈഡ് ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് ടു ഫ്രാഞ്ചൈസി. ഇതിനൊക്കെ പകരമായിട്ട് ഫ്രാഞ്ചൈസി പേ എ ഫീ ടു ദ ഫ്രാഞ്ചൈസർ ഫോർ ദ യൂസ് ഓഫ് ബ്രാൻഡ് നെയിം. ഈ ഫീ കൊടുക്കുന്നത് വൺ ടൈം ആയിട്ട് ഫീ കൊടുക്കാം, അല്ലെങ്കിൽ ആനുവൽ ഫീസ് ആയിരിക്കാം. അതിനെ പറ്റിയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ സിനാരിയോയിൽ തന്നിട്ടില്ല. ഓക്കെ, യൂഷ്വലി അത് നമ്മുടെ ഇവിടെയൊക്കെ വൺ ടൈം ആണെങ്കിലും യൂഷ്വലി അത് കൊടുക്കുന്നത് ഇയർലി ബേസിസിലുള്ള ഒരു പേയ്മെന്റ് ഒക്കെ ആയിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവും. അത് എങ്ങനെയാണെങ്കിലും ഫ്രാഞ്ചൈസറെ സംബന്ധിച്ച് അതൊരു സ്റ്റഡി ക്യാഷ് ഫ്ലോ ആണ്. അയാൾക്ക് ക്യാഷ് ഫ്ലോ സൂത് ചെയ്യുന്ന, ലിക്വിഡിറ്റി കൂട്ടുന്ന, ഇൻഫ്ലോ കൂട്ടുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഫ്രാഞ്ചൈസി ആയിരിക്കും ഹോട്ടൽ ബിൽഡിംഗ് ഓൺ ചെയ്യുന്നുണ്ടാവുക, ഫ്രാഞ്ചൈസർ അല്ല. ഫ്രാഞ്ചൈസി ആയിരിക്കും ഹോട്ടൽ ബിൽഡിംഗ് ഓൺ ചെയ്യുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ അയാൾ മറ്റ് തേർഡ് പാർട്ടി റിയൽ എസ്റ്റേറ്റ് കമ്പനികളുടെ അടുത്ത് നിന്നും ഒരു ബിൽഡിംഗ് ലീസിന് എടുത്തിട്ടായിരിക്കും ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഫ്രാഞ്ചൈസി ഡേ ടു ഡേ ഓപ്പറേഷൻസ് എല്ലാം മാനേജ് ചെയ്യുന്നത് ഇയാൾ തന്നെ ആയിരിക്കും, ഫ്രാഞ്ചൈസി ലോക്കൽ ഓപ്പറേറ്റർ തന്നെ ആയിരിക്കും. പക്ഷെ എന്താ പ്രശ്നം, ഇതൊക്കെ ഫോളോ ചെയ്യാൻ ഫ്രാഞ്ചൈസർ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ്സ് നിർബന്ധമായിട്ടും കീപ്പ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ അല്ലെ, അതിന് വേണ്ടിയിട്ടാണല്ലോ അയാൾ ഒരു പേയ്മെന്റ് ഒക്കെ കൊടുക്കുന്നത്. സോ ദിസ് ഇസ് ഹൗ ഫ്രാഞ്ചൈസ് മോഡൽ വർക്ക്സ്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം കൺട്രോൾ ആൻഡ് റിസ്ക്. ഓണർ മാനേജറിൽ കൺട്രോൾ ഓണർക്കാണ്, റിസ്ക് ഓണർക്കാണ്. ഫ്രാഞ്ചൈസ് മോഡലില് കൺട്രോൾ ആർക്കാ? കൺട്രോൾ ഫ്രാഞ്ചൈസിക്കാണ്, ലോക്കൽ ഓപ്പറേറ്റർക്കാണ് കൺട്രോൾ. എന്നാൽ റിസ്ക് ഉള്ളതോ, അവിടെ എന്തെങ്കിലും കൈൻഡ് ഓഫ് റെപ്യൂട്ടേഷണൽ ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആർക്കായിരിക്കും? അത് ഫ്രാഞ്ചൈസറുടെ പേരില അല്ലെ, ലെവലിനായിരിക്കും. അവിടെ എന്തെങ്കിലും ഒരു ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ, ഒരു ഓപ്പറേഷണൽ ബ്രേക്ക് ഡൗണോ എന്തെങ്കിലും മോശം ഗസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ റിസ്ക് മുഴുവനും ബ്രാൻഡിനായിരിക്കും. ഓക്കെ, സ്കെയിലബിലിറ്റി ആൻഡ് ഗ്രോത്ത്. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് സ്കെയിൽ ചെയ്ത് പോകണം, ഇത്രയും കോമ്പറ്റീഷൻ നടക്കുകയാണ്, പെട്ടെന്ന് ഗ്രോ ചെയ്യണം എന്നതാണ് ഓർഗനൈസേഷന്റെ സ്ട്രാറ്റജി എങ്കിൽ നിർബന്ധമായിട്ടും ഫ്രാഞ്ചൈസി ആണ് അവിടെ പോസിബിൾ ആയിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ അത്രയധികം ഫിനാൻഷ്യൽ, ഹ്യൂമൻ റിസോഴ്സ്, ടെക്നിക്കൽ റിസോഴ്സസ് ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ആ രീതിയിൽ ഓർഗാനിക് ഗ്രോത്ത് തന്നെ പറയാൻ കഴിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ലെവലിനെ സംബന്ധിച്ച് ഫ്രാഞ്ചൈസി മോഡൽ ചെയ്യുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ആക്ച്വലി an opportunity to scale at very lower cost, especially in market where purchasing property is expensive. Okay, brand protection. Okay,
നമ്മൾ പലപ്പോഴും കാണാറുള്ളത് ഈ ഫ്രാഞ്ചൈസ് മോഡലിൽ പലപ്പോഴും കാണാറുള്ളത് അയാൾക്ക് ബ്രാൻഡ് നെയിം ഒക്കെ യൂസ് ചെയ്യാനുള്ള റൈറ്റ് കൊടുത്തു. എന്നിട്ട് ഈ പറയുന്ന ക്യാഷ് ഇൻഫ്ലോ മേടിച്ചു. ഓക്കെ, ടാറ്റ ബൈ ബൈ പറഞ്ഞു പോവാണ്. അയാൾ വീണ്ടും അവിടെ ഒരു മോണിറ്ററിങ്ങോ കാര്യങ്ങളോ നമ്മൾ പറഞ്ഞ ടേംസ് ഒക്കെ അനുസരിച്ച് തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന സിനാരിയോ പലപ്പോഴും നോക്കാറില്ല. അതുകൊണ്ട് ഒരുപാട് ഫ്രാഞ്ചൈസി ബിസിനസ് ഫെയിൽ ആയി പോയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അവിടെ ഒരു എന്താ പറയാ, ഒരു ഗവേണൻസ് ഉണ്ടാവണം, ഒരു ഓവർസൈറ്റ് ഉണ്ടാവണം. ഫ്രാഞ്ചൈസി കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞ ഗൈഡ് ലൈൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ടാണോ എന്നുള്ളത്. സോ ദർ മസ്റ്റ് ബി എ റോബസ്റ്റ് മോണിറ്ററിംഗ് സിസ്റ്റം ടു മാനേജ് ദിസ്. ഓക്കെ. ഇനി റവന്യൂ സ്ട്രീംസ്. എന്താ റവന്യൂ സ്ട്രീം? ഫ്രാഞ്ചൈസറെ സംബന്ധിച്ച് ഫ്രാഞ്ചൈസ് ഫീ കിട്ടുക അല്ലെങ്കിൽ സിസ്റ്റം ഫീ കിട്ടുക എന്നത് അവരെ സംബന്ധിച്ച് പുതിയൊരു റവന്യൂ സ്ട്രീമാണ്. ഇപ്പൊ ലെവൽ അവരൊരു ഫ്രാഞ്ചൈസിങ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെവലിനെ സംബന്ധിച്ച് ഒരു അഡീഷണൽ ക്യാഷ് ഫ്ലോ ലൈൻ ഐറ്റം ആയിട്ട് വരികയാണ്. P&L റവന്യൂ ലൈൻ ഐറ്റം ആയിട്ട് വരികയാണ്. റവന്യൂ ഫ്രം ഫ്രാഞ്ചൈസ് എന്ന രീതിയിൽ വരികയാണ്. ഓക്കെ. ഓണർ മാനേജ്ഡ് ഹോട്ടൽസ് എന്ന് വെച്ചാൽ ഫ്രാഞ്ചൈസ് അഗ്രിമെന്റ് ഒന്നുമില്ല. ലെവലിന് ഇപ്പോഴത്തെ ഒക്കെ ഒരു സിനാരിയോ പോലെ കംപ്ലീറ്റ് റവന്യൂ ഒറ്റ ആയിട്ടുള്ളൂ ബൈ സെല്ലിംഗ് റൂം, അല്ലെ? ബട്ട് ഓൾസോ ഇൻകർ ഇതിന്റെ കംപ്ലീറ്റ് ഓപ്പറേറ്റിംഗ് കോസ്റ്റും അവർ തന്നെയാണ്. അപ്പോ ചിലപ്പോ ഇങ്ങനെ ഒരു ഞാൻ പറഞ്ഞ പോലെ ലെവൽ ഫ്രാഞ്ചൈസ് അഗ്രിമെന്റിലേക്കുള്ള ഒരു പ്രൊപ്പോസൽ ഒക്കെ ചിലപ്പോൾ സിനാരിയോയിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഇവാലുവേഷൻ കാര്യങ്ങളെല്ലാം എഴുതി ഒരു കൺക്ലൂഷൻ എഴുതുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് ഓണർ മാനേജ് മോഡൽ. അതായത് ഇപ്പോ ലെവൽ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി കാര്യങ്ങൾ കുറച്ച് സ്ലോ ആയിരിക്കും, പക്ഷെ സ്ട്രോങ്ങർ കൺട്രോൾ ഉണ്ടായിരിക്കും, വാല്യൂസുമായിട്ട് അലൈൻഡ് ആയിരിക്കും. ഫ്രാഞ്ചൈസ് മോഡൽ ആണെങ്കിൽ വളരെ ഫാസ്റ്റർ ഗ്രോത്ത് ആയിരിക്കും, പക്ഷെ റെപ്യൂട്ടേഷൻ ഡാമേജ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഇഫ് ദ ഫ്രാഞ്ചൈസി ഫെയിൽ ടു മെയിൻറ്റെയിൻ 4-star ലെവൽ സർവീസസ്. കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ. ഇനി അടുത്ത സിനാരിയോയിലേക്ക് പോവാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, പെട്ടെന്ന് കണ്ട അത്ര പ്രശ്നം തോന്നത്തില്ല, പക്ഷെ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു പെർട്ടിക്കുലർ പ്രസീൻ ഏരിയ ആണ്. The 5 largest hotel chains in Estland accounted for 23.1% of the total supply of hotel rooms. 2024 പ്രകാരം 20x4 എന്ന് തന്നെ എഴുതാൻ എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ പറയുമ്പോൾ 2024 എന്ന് പറഞ്ഞാലും സം ഓഫ് ദീസ് ചെയിൻ യൂസ് ആൻ ഓണർ മാനേജ് മോഡൽ വൈൽ അതേഴ്സ് യൂസ് എ ഫ്രാഞ്ചൈസ് മോഡൽ. ഇപ്പൊ മനസ്സിലാക്കുക, എത്ര ഹോട്ടൽ റൂംസ് ആണോ എസ്ലാൻഡ് എന്ന കൺട്രിയിൽ ടോട്ടൽ സപ്ലൈ ഉള്ളത്, അതിന്റെ 23.1% മാത്രമാണ് ഈ താഴെ കാണുന്ന 5 പേര് കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതായത് ബെസ്റ്റൺ, ട്രാവൽ വൈസ്, വൈക്കോൺ, ഗിൽട്ടൺ, ഹാലിയറ്റ് എന്ന് പറയുന്ന ടോപ്പ് 5 കിടക്കുന്ന 5 പേരും കൂടെ എസ്ലാൻഡിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഹോട്ടൽ റൂംസിന്റെ കൗണ്ട് നോക്കണമെങ്കിൽ ഇതെല്ലാം നിങ്ങളൊന്ന് സം ചെയ്താൽ മതി. 75,600 പ്ലസ് 40,320 പ്ലസ് 25,200 പ്ലസ് 14,400 പ്ലസ് 10,800. ഇത് സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ റൂംസ് ബൈ ടോപ്പ് 5 കിട്ടും. ഓക്കെ. ആ നമ്പർ അത് എത്രയാണെങ്കിലും ദാറ്റ് നമ്പർ ജസ്റ്റ് ഇൻഡിക്കേറ്റ്സ് 23.1, വെറും 25% പോലും ആവുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ. അപ്പോ വളരെ എളുപ്പത്തില് എത്ര റൂംസ് ആണ് ടോട്ടൽ എസ്ലാൻഡിൽ സപ്ലൈ ഉള്ളത്, എത്ര ഹോട്ടൽ റൂം സപ്ലൈ ഉണ്ട് എന്നുള്ള ഒരു നമ്പർ നമുക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? If 75,600 represent 10.5%, അങ്ങനെയും കണ്ടെത്തിക്കൂടെ? പെർസെന്റേജ് ഓഫ് ഹോട്ടൽ റൂംസ് ഇൻ എസ്ലാൻഡ് ഇവിടെ പറയുന്നുണ്ട്. ബെസ്റ്റണിന് 75,600 ഹോട്ടൽ റൂംസ് ഉണ്ട്. അതാണ് 10.5%. എസ്ലാൻഡിലെ ഹോട്ടൽ റൂംസിൽ 10.5% ഏതാണ്? അങ്ങനെയാണെങ്കിൽ 100% റെപ്രസെന്റ് ചെയ്യുന്നത് എത്രയാണ് എന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടെത്താം. ദാറ്റ് ഇസ് അറൌണ്ട് 75,000 ആയിരിക്കും, അല്ലെ? 10% 75 ആണെങ്കിൽ 100% 7.5 ലക്ഷം ആയിരിക്കും. ഓക്കെ. അപ്പൊ ആ രീതിയിൽ കാൽക്കുലേഷൻസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ നമ്പേഴ്സ്, ഐസ്ലാൻഡിലുള്ള ടോട്ടൽ നമ്പേഴ്സ് കൃത്യമായിട്ട് കാണാം. ഓക്കെ. കൃത്യമായിട്ട് ആ നമ്പേഴ്സ് ഒന്ന് കണ്ടെത്തുക കേട്ടോ. 7,20,000 എന്ന് പറയുന്നു. വെരി ഗുഡ്. ഓക്കെ. ഞാൻ കാൽക്കുലേറ്റ് ചെയ്തില്ല, അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കട്ടോ. ഓക്കെ. അപ്പോ അതാണ് അവസ്ഥ. ഇനി ഇതിൽ തന്നെ നിങ്ങൾ നോക്കിയേ, ബെസ്റ്റൺ, ട്രാവൽ വൈസ് ആയിക്കോട്ടെ, ഇത് മൂന്നും 3-star ഹോട്ടലാണ്. അപ്പോ ഇവർക്ക് ഈ രീതിയിൽ ഗ്രോത്ത് ഉണ്ട്. അതായത് ഇത്രയധികം ഹോട്ടൽസ് അവർക്ക് ഐസ്ലാൻഡിൽ മാത്രമുണ്ട്. 500 ഹോട്ടൽ, ഒരു കൺട്രിയിൽ 500 ഹോട്ടൽസ് ഒരു സിംഗിൾ ബ്രാൻഡിനാണ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക അത് 3-star ആണ്. സെക്കൻഡ് പൊസിഷനും തേർഡ് പൊസിഷനും 3-star ആണ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കി ഐസ്ലാൻഡിലുള്ള ആളുകൾക്ക് 3-star ഹോട്ടൽസിനോടാണ് പ്രിയം, അല്ലെ? അതാണ് അവിടെ അവർക്ക് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഗിൽട്ടൺ, ഹാരിയറ്റ് എന്ന 2 4-star ഹോട്ടൽസും ഉണ്ട്. ഓക്കെ. ഇനി അടുത്തത് ഇതിലേക്ക് നോക്കുന്ന സമയത്ത് ഓണർ മാനേജ് 3 ഫ്രാഞ്ചൈസ്ഡ് ആണ്. ഇത് 3 ക്വിക്ലി സ്കെയിൽ ചെയ്യാൻ പറ്റുന്നതാണ്.
വെസ്റ്റേന്റെ ഒരു അവസ്ഥ നമ്മൾ നോക്കുക, വെസ്റ്റേൺ ഓണർ മാനേജർ ആണ്. അതായത് ഈ പറയുന്ന 500 ഹോട്ടലും സ്വന്തം ഫണ്ടിൽ കെട്ടിപ്പടുത്തിയ ഹോട്ടൽസ് ആണെന്നുള്ള മനസ്സിലാക്കുക. ഹാലിയട്ടും അതേപോലെ ഓണർ മാനേജർ ആണ്. ഇതിൽ നമ്മളുടെ ലെവലിന്റെ ഡയറക്റ്റ് കോമ്പറ്റീറ്റർ ആരാ? ലെവലിന്റെ ഡയറക്റ്റ് കോമ്പറ്റീറ്റർ അതാ, വെരി ഗുഡ്, ഹാലിയട്ട് ആണ് അല്ലെ. എന്തുകൊണ്ട് ഹാലിയട്ട് 4 സ്റ്റാർ ആണെന്ന് പറയുന്നുണ്ട്, അതേപോലെ ഓണർ മാനേജർ ആണ്. ഇവരോടൊന്നും പിന്നെ നമ്മൾ മത്സരിക്കാൻ പോകുന്നില്ല ഫ്രാഞ്ചൈസ്. കാരണം എന്താ, ഇവർക്ക് വളരെ എളുപ്പത്തിൽ സ്കെയിൽ ചെയ്ത് പോകാൻ കഴിയും. ഓക്കെ, ഈവൻ ദോ നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സ് എൽട്ടണിലേക്ക് പോകുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം. 4 സ്റ്റാറിലേക്ക് പോകുന്നുണ്ട്, 4 സ്റ്റാർ ആയതുകൊണ്ട് പോകുന്നുണ്ടെന്ന് അറിയാം. ബട്ട് സ്റ്റിൽ നമ്മുടെ ഫസ്റ്റ് ഡയറക്റ്റ് കോമ്പറ്റീറ്റർ ആയിട്ട് പറയാൻ നമുക്ക് പറ്റുക ഈ പറയുന്ന ഹാലിയറ്റ് ആണ്. ഓക്കെ, അവർക്ക് പോലും 5ാം സ്ഥാനത്തുള്ള അവർക്ക് പോലും 90 ഹോട്ടലുണ്ട്. നമ്മൾക്ക് ഹോട്ടൽ എന്നുള്ളത് അതിന്റെ 1/3 ഉള്ളൂ, ഏകദേശം 35 ഹോട്ടലേ ഉള്ളൂ. നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ ക്വസ്റ്റ്യനിലും നമ്മളുടെ ഓർഗനൈസേഷൻ വാസ് കൈൻഡ് ഓഫ് മാർക്കറ്റ് ലീഡർ, അല്ലെങ്കിൽ നമ്പർ 2, നമ്പർ 3 പൊസിഷനിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ ക്വസ്റ്റ്യനും തന്നെ. പക്ഷെ ഇവിടെ നമ്മൾ ടോപ്പ് 10ൽ പോലും ഉണ്ടോ എന്നുള്ളത് സംശയിക്കണം. ഓക്കെ, 35 ഹോട്ടൽസ് ആണ് നമുക്കുള്ളത്. 35 ഹോട്ടൽസ്, ഓരോ ഹോട്ടലും 80 റൂംസ് ആണെങ്കിൽ ഇവിടെയുള്ള നമ്പർ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. 35 ഇൻറ്റു 80 ചെയ്ത് കഴിഞ്ഞാൽ ലെവലിന്റെ കേസിൽ ഇവിടെ വരുന്ന നമ്പറും ഐഡന്റിഫൈ ചെയ്യാം. അത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ലെവലിന്റെ മാർക്കറ്റ് ഷെയർ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാം. ശരിയല്ലേ? ഓക്കെ, ഞാൻ ജസ്റ്റ് ലെവൽ എന്നൊരു സംഗതി കൂടെ ആഡ് ചെയ്യാണ്. 4 സ്റ്റാർ ആണ്. വി ഹാവ് 35 ഹോട്ടൽസ്. നമ്പർ ഓഫ് റൂംസ് ഇൻ ഹോട്ടൽസ് എന്ന് പറയുമ്പോൾ എല്ലാം കൂടെ കൂട്ടി കഴിഞ്ഞാൽ 35 ഇൻറ്റു 80, അത് എത്രയാണ് വരുന്നത്? 35 ഇൻറ്റു 80 വരുന്നത് 2800. ഓക്കെ, ആ 2800 ആണ്. സോ 10,800 1.5% ആണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ 2800 എന്നുള്ളത് പോയിന്റ് സംതിങ് ആണ്. ദാറ്റ് ഇസ് എ മാർക്കറ്റ് ഷെയർ ദാറ്റ് ലെവൽ ഇസ് ഹാവിംഗ്. അപ്പൊ അത്രയും ഫ്രാഗ്മെന്റഡ് ഇൻഡസ്ട്രിയാണ്. നമ്മളെ വേണമെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും ബിഗ് പ്ലേയേഴ്സ് നമ്മളെ അക്വയർ ചെയ്ത് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മളോട് നാളെ വന്നിട്ട് എൽട്ടൺ പറയാണ്, ആ എൽട്ടൺ പറയാണ്, സോറി എൽട്ടൺ അല്ല, ഹാലിട്ട് തന്നെ പറയാണ് നമ്മൾ അക്വയർ ചെയ്തോളാം നിങ്ങളെ, അല്ലെങ്കിൽ എൽട്ടൺ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ അതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി സോ കോമ്പറ്റീറ്റീവ് ലാൻഡ്സ്കേപ്പ് ഓൾറെഡി പറഞ്ഞതാണ്. ഹെവി കോമ്പറ്റീഷൻ, ഹൈലി ഫ്രാഗ്മെന്റഡ് ഇൻഡസ്ട്രി. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് മോഡൽ. 3 ഓഫ് ദ 5 ചെയിൻസ് യൂസ് ഫ്രാഞ്ചൈസിങ് ടു സ്കെയിൽ ക്വിക്ലി. അപ്പൊ ഇത് മാർക്കറ്റിൽ ഫ്രാഞ്ചൈസിങ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം ടോപ്പ് 5ലെ മെജോറിറ്റി 3 ഹോട്ടൽസും ഫ്രാഞ്ചൈസിങ് വെച്ചിട്ടാണ് ഈ ലെവലിൽ ഗ്രോത്ത് അച്ചീവ് ചെയ്തത്. ദിസ് അലൗസ് റാപ്പിഡ് എക്സ്പാൻഷൻ വിത്ത് ലോവർ ഇൻവെസ്റ്റ്മെന്റ് ബട്ട് കംസ് വിത്ത് റിസ്ക് അറൌണ്ട് ക്വാളിറ്റി കൺട്രോൾ. ഓക്കെ, മാർക്കറ്റ് ഷെയർ ഇംപ്ലിക്കേഷൻ. മാർക്കറ്റ് ഷെയർ ഇപ്പൊ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത 0.39% ആണ് ലെവലിന്റെ മാർക്കറ്റ് ഷെയർ. ഓക്കെ, അപ്പൊ നമ്മൾ കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുന്നത് ഈ പറയുന്ന വലിയ ചെയിൻസിൽ നിന്ന് മാത്രമല്ല, അതല്ലാതെയും വേറെ ഒരുപാട് ഇൻഡിപെൻഡന്റ് അല്ലെ, അവരുടെ ഒന്നും ലിസ്റ്റ് ഈ ഗ്രൂപ്പിലില്ല, ഈ ടോപ്പ് 5 ഇല്ല. അവരും അങ്ങനെയുള്ളവരും 48% ഇൻഡിപെൻഡന്റ് ഹോട്ടൽ ഓപ്പറേറ്റേഴ്സും ഉണ്ട് ഇവിടെ. ഓക്കെ, പിന്നെ വെസ്റ്റേന്റെ കേസിൽ, വെസ്റ്റേൺ ഒന്ന് ആലോചിക്കുക, 504 ഹോട്ടലുണ്ട്. 504 ഹോട്ടലും കൂടെ ചേർന്നിട്ട് 75,600 റൂംസിലേക്കാണ് നമ്മൾ വെറും ഇവിടെ എത്ര റൂംസ് ആയിരുന്നു നിങ്ങൾ പറഞ്ഞാൽ? 2,800 റൂംസിലേക്ക് ബെഡിങ് മേടിക്കുന്ന സമയത്ത്, ബെഡ്ഷീറ്റ് മേടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ടോയ്ലറ്ററീസ് മേടിക്കുന്ന സമയത്ത് ഇവര് 75,600ലേക്കാണ് മേടിക്കുന്നത്. സോ ഒബ്വിയസ്ലി ഇവർക്ക് ദേ ഗെറ്റ് ടു പർച്ചേസ് ദീസ് മെറ്റീരിയൽസ് അറ്റ് എ മച്ച് ലോവർ കോസ്റ്റ്. എന്നിട്ട് അവരോട് കോമ്പീറ്റ് ചെയ്യേണ്ടി വരികയാണ്. അപ്പൊ എഫിഷ്യൻസി സൈഡിൽ ബെസ്റ്റ് ഒന്നും എഫിഷ്യൻസിയിലേക്ക് നമുക്ക് എന്തായാലും എത്താൻ കഴിയില്ല. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മളെ മുന്നിലുള്ള സ്ട്രാറ്റജിക് കൺസിഡറേഷൻ നമ്മൾ എന്താ, ഫ്രാഞ്ചൈസിങ് ചെയ്യണോ, അല്ലെങ്കിൽ നമ്മൾ വേറെ ആർക്കെങ്കിലും ആയിട്ട് അക്വയർ ചെയ്തുകൊള്ളൂ എന്നോ, അല്ലെങ്കിൽ അക്വയർ ചെയ്യണോ എന്നോ ഉള്ളതൊക്കെ സംസാരിക്കുക. അതോ ഇനി ഓർഗാനിക് ഗ്രോത്ത് തന്നെ കണ്ടിന്യൂ ചെയ്യണോ, എന്തായിരിക്കണം നമ്മുടെ ഗ്രോത്ത് സ്ട്രാറ്റജി. വളരെ എക്സാമിന് ഇത്രയധികം ഓപ്ഷൻസ് പ്രിസീനിൽ തന്നെ തന്നതുകൊണ്ടായി കുറെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, കുറച്ച് കാര്യമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഈ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ എക്സാമിന് വന്നേക്കാം. ഓക്കെ, നൗ ഇൻ ടു ദ റവന്യൂ സ്ട്രീംസ്, നോട്ട് ഓഫ് ഇൻഡസ്ട്രി, സോറി നോട്ട് ഓഫ് ലെവൽ ബട്ട് ഓഫ് ഇൻഡസ്ട്രി. യൂഷ്വലി ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ റവന്യൂ സ്ട്രീംസിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതാണ്. ഓക്കെ, റവന്യൂ ഫ്രം അക്കോമഡേഷൻ, റവന്യൂ ഫ്രം ഫുഡ് ആൻഡ് ഡ്രിങ്ക്, ആൻഡ് അല്ലെ അത് രണ്ടുമാണ് മെയിൻ. 4-സ്റ്റാർ ഹോട്ടൽ ടിപ്പിക്കലി ജനറേറ്റ് 60 to 70 ഓഫ് ദർ റവന്യൂ ഫ്രം അക്കോമഡേഷൻ. ഇതാണ് റൂം റവന്യൂ. അപ്പൊ നിങ്ങൾ റവന്യൂ ഫ്രം അക്കോമഡേഷൻ ഒന്നും എഴുതണ്ട, സിമ്പിൾ ആയിട്ട് റൂം റവന്യൂ എന്ന് തന്നെ സംസാരിച്ചാൽ മതി. ഫുഡ് ആൻഡ് ഡ്രിങ്ക് സെയിൽസ് അക്കൗണ്ട് ബിറ്റ്വീൻ 25 to 35. അതർ സർവീസസ് അക്കൗണ്ട് ഫോർ 5 to 10. ഏതാ? വെഡിങ്സ്, മറ്റ് ഇവന്റ്സ്,
പ്രൈവറ്റ് ഇവന്റ്സ് ഒക്കെ. Restaurants and bars in many hotels are open to non-residents, meaning people who are not staying in a hotel can still buy food and drink in restaurant or bar. ഓക്കെ, അതായത് നമ്മളൊരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ആ ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നവർക്കും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം. ഇനി അതല്ല, സ്റ്റേ ചെയ്യുന്നില്ല, അതിന്റെ അടുത്തുള്ള താമസിക്കുന്നവർക്കോ അല്ലെങ്കിൽ അവിടെ വരുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് ആളുകൾക്ക് അവിടെ വരാം, ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് അവിടെ വരാം. ഓക്കെ, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അവര് മാത്രമല്ല, നമ്മുടെ നെയ്ബറിങ് അല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ്, തൊട്ടടുത്തുള്ള മറ്റു ഹോട്ടലിൽ താമസിക്കുന്ന ആളുകൾക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ലെവലിൽ വരാവുന്ന ഒരു കപ്പാസിറ്റി ലെവൽ ആക്ച്വലി കൊടുത്തിട്ടില്ല. പക്ഷെ ബാക്കി മിക്ക ഹോട്ടലുകളും ദർ ഓപ്പൺ ടു നോൺ റെസിഡൻസ്. അപ്പൊ ഈ ഒരു പാരഗ്രാഫുകൾ ഇൻഡസ്ട്രിയെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, മെനി ഹോട്ടൽസ് ആർ ഓപ്പൺ ടു നോൺ റെസിഡൻസ്. പക്ഷെ ലെവൽ അങ്ങനെയല്ല. ലെവൽ ഇസ് ആക്ച്വലി സാക്രിഫൈസിങ് ദ റവന്യൂ by selling food and drink to non-residents. Operating profit margin is around 10%. നമ്മുടെ ഹോട്ടൽസിന്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഏകദേശം 10%. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇതിനു മുന്നേ PMലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. നമുക്ക് മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ ആ മിക്സ് ഏകദേശം അല്ലെ സ്പ്ലിറ്റ് ആയിട്ട് ഡൈവേഴ്സിഫൈഡ് ആയിട്ട് നിൽക്കുന്നതാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ 70% ഓഫ് റവന്യൂ, 60 to 70 വരുന്നതും ഈ ഒരു ഇൻഡസ്ട്രിയിൽ പറയുന്നത് റൂം റവന്യൂവിൽ തന്നെയാണ്. ഓക്കെ, അത് മോശമാണെന്നല്ല പറയുന്നത്, കാരണം റൂമിൽ നിന്ന് നമുക്ക് ഏകദേശം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 10%ഓളം കിട്ടുന്നത് റൂം ഹോട്ടൽസിന്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 10% ഉണ്ട്. ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ വരുന്നത് ഡെഫിനറ്റ്ലി റൂമിൽ നിന്ന് തന്നെ ആയിരിക്കാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ 70%ഓളം വരുന്നത് റൂമിൽ നിന്നാണ്. സോ വി ആർ ഹൈലി റിലൈയിങ് ഓൺ റൂം റവന്യൂ. ഫുഡ് ആൻഡ് ബിവറേജിന്റെ കേസിൽ ലേബർ കോസ്റ്റ് കാരണം, അതായത് ഒരു ഇൻഫ്ലേഷണൽ സിനാരിയോ ഒക്കെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, ലേബർ കോസ്റ്റ്, മെറ്റീരിയൽ കോസ്റ്റ് ഒക്കെ കാരണം മാർജിൻ കമ്പാരിറ്റീവ്ലി കുറവാണ്. നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെയൊക്കെ ഇൻഡസ്ട്രിയിൽ ഫുഡ് ആൻഡ് ബിവറേജ് ഭയങ്കര മാർജിനുള്ള കാര്യമായിട്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇവിടെ റൈസിങ് കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇൻഫ്ലേഷന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ തേർഡ് വൺ, ഓപ്പർച്യൂണിറ്റീസ് ഇൻ ആൻസിലറി സർവീസസ്. ഈ പറയുന്ന വെഡിങ്, മറ്റ് പ്രൈവറ്റ് ഇവന്റ്സ്, ബിസിനസ് കോൺഫറൻസസ് പോലുള്ള കാര്യങ്ങൾ, അവിടെയും നമുക്ക് ഇൻഡസ്ട്രിയിൽ അറൌണ്ട് 5 to 10% ആണ്. ടോട്ടൽ റവന്യൂടെ 5 to 10% ആൻസിലറി എന്ന് പറഞ്ഞാൽ അഡീഷണൽ സർവീസസ് എന്നേ മീനിങ് ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ, സീസണാലിറ്റി ആൻഡ് റിസ്ക്. ലെഷർ സർവീസസ് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ ഇറ്റ് ക്യാൻ ഫ്ലക്ച്വേറ്റ് വിത്ത് സീസൺ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സ്ട്രോങ്ങർ റവന്യൂ മിക്സ് ഉണ്ടെങ്കിൽ റിസ്ക് കുറയും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ലെവലിന്റെ കേസിൽ ലെവൽ ആകെപ്പാടെ ഫുഡ് കൊടുക്കുന്നത് അവിടെയുള്ള റെസിഡൻസിനാണ്. ഈ ഹോട്ടലിൽ വന്ന് സ്റ്റേ ചെയ്യുന്നവർക്ക് മാത്രമാണ് ഫുഡ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹോട്ടൽസിൽ കമ്പാരിറ്റീവ്ലി ആളുകൾ കുറവുള്ള സമയമാണ് ഈ ഓഫ് സീസൺ സമയത്ത്. അപ്പൊ പോലും പുറമേയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ നോർമൽ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം വരുന്ന ആളുകളോട് പോലും നമ്മൾ നോ പറയുന്നതൊക്കെ ഹൈലി റിസ്കിയാണ്. ഓക്കെ, ഇനി ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ 10% മാർജിൻ എന്ന് പറയുന്നത് കമ്പയർഡ് ടു അതർ ഇൻഡസ്ട്രീസ് ഇറ്റ് ഇസ് റിലേറ്റീവ്ലി ലോ മാർജിൻ. അപ്പൊ ഓൾറെഡി 10% നമുക്ക് ഈ ഹോട്ടൽസിൽ നിന്ന് മാർജിൻ ഉള്ളൂ. അതുകൊണ്ട് എന്നിട്ട് ഒക്കുപ്പൻസി റേറ്റ് കുറയാണ്, അല്ലെങ്കിൽ പ്രൈസിംഗിൽ ഭയങ്കരമായിട്ട് കോമ്പറ്റീഷൻ നേരിട്ട് പ്രൈസ് കുറയ്ക്കേണ്ടി വരികയാണ്. ലേബർ എഫിഷ്യൻസി, മെറ്റീരിയൽ എഫിഷ്യൻസി അല്ലെങ്കിൽ കോസ്റ്റ് കൺട്രോൾ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റാതെ വരികയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ മാർജിൻസിന് ഭയങ്കരമായിട്ട് എഫക്ട് ആവും. ഓക്കെ, ഇപ്പൊ പ്രോഫിറ്റ് മാർജിന്റെ കാര്യം കൂടെ മനസ്സിലാക്കുക. ഇൻഡസ്ട്രിയിൽ വെറും 10% ഹോട്ടൽസിന് മാർജിൻ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഹെവി ഡിസ്കൗണ്ട് കൊടുക്കാൻ നിന്നാലോ അല്ലെങ്കിൽ കോസ്റ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടായി വന്നു കഴിഞ്ഞാൽ മാർജിൻസ് വളരെ കാര്യമായിട്ട് എഫക്ട് ആവും. ഇനി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ ക്ലാസ്സിൽ ചെയ്ത എല്ലാ ക്വസ്റ്റ്യനിലും തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇനി പാസ്റ്റ് പ്രാക്ടീസ് പ്ലാറ്റ്ഫോം എടുത്തിട്ട് ബാക്കി ക്വസ്റ്റ്യൻ നോക്കിയാലും നമ്മൾ ചെയ്ത എല്ലാ ക്വസ്റ്റ്യനിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ്. അത് ഇത്തവണയും തന്നിട്ടുണ്ട്. ഇന്റൻസ് കോമ്പറ്റീഷൻ, എല്ലാവരുടെയും പ്രശ്നം അത് തന്നെയാണ്. ഹൈലി ഫ്രാഗ്മെന്റഡ് ഇൻഡസ്ട്രി, ഇന്റൻസ് കോമ്പറ്റീഷൻ എന്ന് തന്നെയാണ് നമ്മൾ ത്രൂ ഔട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഹോട്ടൽസ് ഇൻ എസ്ലാൻ നീഡ് ടു ഫൈൻഡ് വേസ് ടു ഡിഫറൻഷിയേറ്റ് ദംസെൽസ് ഫ്രം കോമ്പറ്റീറ്റേഴ്സ്. ഇക്കണോമിക് ഡൗൺ ടേൺ, എസ്ലാൻ ഹാസ് സഫേർഡ് ഫ്രം ആൻ ഇക്കണോമിക് ഡൗൺ ടേൺ ഇൻ റീസെന്റ് ഇയേഴ്സ്. എന്ന് വെച്ചാൽ കറന്റ്ലി നമ്മൾ ഗോയിങ് ത്രൂ റിസഷൻ അല്ല, ബട്ട് നമ്മൾ ഓൾറെഡി സഫർ ചെയ്ത് കഴിയുന്നു എന്ന രീതിയിലാണ് പറയുന്നത്. ഹാസ് സഫേർഡ് എന്നാ പറയുന്നത്. ഓക്കെ, ലീഡിങ് ടു എ ഫാൾ ഇൻ ഡിമാൻഡ് ഫോർ ഹോട്ടൽ അക്കോമഡേഷൻ. എസ്പെഷ്യലി ലെവലിലേക്ക് അത് കാര്യമായിട്ട് അഫക്ട് ചെയ്തിട്ടുണ്ടാകാം. കാരണം ഹോട്ടലിൽ പോയി സ്റ്റേ ചെയ്യുക അല്ലെങ്കിൽ അതൊരു കൈൻഡ് ഓഫ് ഒരു ലക്ഷറി അല്ല, നമ്മുടെ ഒരു നെസസിറ്റി അല്ല. ആളുകള്
റിസഷൻ ഉള്ള സമയത്ത് അവർ സേവ് ചെയ്യാനാണ് ശ്രമിക്കുക, സ്പെൻഡ് ചെയ്യാനല്ല ശ്രമിക്കുക. ഓക്കെ, ഇനി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നെസസിറ്റിയിലേ സ്പെൻഡ് ചെയ്തുള്ളൂ, ലക്ഷറിയിൽ സ്പെൻഡ് ചെയ്യില്ല. അപ്പോ ഈ പറയുന്ന ലെഷർ സ്റ്റേസും കാര്യങ്ങളിലൊക്കെ കമ്പാരിറ്റീവ്ലി ഹോട്ടൽ അക്കോമഡേഷന്റെ ഡിമാൻഡ് കുറഞ്ഞിരിക്കുന്ന സമയമായിരുന്നു റീസെന്റ് ഇയേഴ്സ്. ഓക്കെ, അലോങ് സൈഡ് കൺസേൺസ് അബൌട്ട് ഹൈ ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുതലാണ്. അവരുടെ ഈ നെസസിറ്റി ഗുഡ്സ് വാങ്ങണമെങ്കിൽ തന്നെ ഭയങ്കരമായിട്ട് സ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹോട്ടൽ അക്കോമഡേഷന്റെ ഡിമാൻഡ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. നോട്ട് ഓൺലി ഇൻ നെസ്ലാൻഡ് ബട്ട് ഓൾസോ ഇൻ അതർ കൺട്രീസ്. ഫോറിൻ ട്രാവലേഴ്സും ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, റൈസിംഗ് കോസ്റ്റ്. ഹോട്ടൽ റിക്വയർ റൈസിംഗ് കോസ്റ്റ് എന്ന് ഉദ്ദേശിച്ച് നമ്മളിപ്പോ കോസ്റ്റ് ഓഫ് ലിവിംഗ് കൂടി, ഹൈ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞ ആ സംഗതിയല്ല. റൈസിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹോട്ടലിന്റെ കേസിൽ തീർച്ചയായിട്ടും മെയിന്റനൻസ് നടത്തണം, റിനോവേഷൻ നടത്തണം, അതേപോലെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻ ഉണ്ടെങ്കിൽ അത് കംപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണം. അതൊക്കെ നമ്മൾ യൂഷ്വലി ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിനൊക്കെ ഇപ്പോൾ കോസ്റ്റ് കൂടി. ഓക്കെ, ഹൈ ഇൻഫ്ലേഷൻ വീണ്ടും അവിടെ ഒരു പ്രോബ്ലമാണ്. ഇപ്പൊ നമ്മള് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മെയിന്റനൻസും കാര്യങ്ങളൊക്കെ നടത്തുവാൻ വേണ്ടി എംപ്ലോയീസ് ലേബർ കോസ്റ്റ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടി. ആ രീതിയിൽ ഹോട്ടൽസ് ചാലഞ്ച് അനുഭവിക്കുന്നുണ്ട്. അടുത്തൊരു ചാലഞ്ചാണ് സ്റ്റാഫിംഗ്. ഹോട്ടൽ സ്പേസ് പ്രോബ്ലം റിക്രൂട്ടിംഗ് ആൻഡ് റീറ്റെയിനിങ് സ്റ്റാഫ്. എംപ്ലോയി ടേൺ ഓവർ അക്രോസ് ദി ഇൻഡസ്ട്രീസ് ഹൈ. എംപ്ലോയി ടേൺ ഓവർ വളരെ ഹൈ ആണ് എന്ന് പറയുമ്പോൾ, അതായത് സ്റ്റാഫ് ഓരോരുത്തർ പുതിയ ആളുകൾ ജോയിൻ ചെയ്യുന്നു, ലീവ് ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്നു, ലീവ് ചെയ്യുന്നു. ഡ്യൂ ടു പുവർ റേറ്റ്സ് ഓഫ് പേയ്മെന്റ് കുറവാണ്. ആൻഡ് ദ ലോങ് ആൻഡ് ആന്റി സോഷ്യൽ വർക്കിംഗ് അവേഴ്സ്, ലേറ്റ് നൈറ്റ്, ഏർലി മോർണിംഗ്സ്, വീക്കെൻഡ്സ്, അതൊക്കെ ആന്റി സോഷ്യൽ വർക്കിംഗ് അവേഴ്സ് എന്ന രീതിയിലാണ് ഐസ്ലാൻഡിൽ കണ്ടിട്ടുള്ളത്. അല്ലെ, അഫക്ടിങ് എംപ്ലോയീസ് വർക്ക് ലൈഫ് ബാലൻസ്. നമ്മുടെ ഇവിടുത്തെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോമഡിയാണ് അതൊക്കെ. അപ്പോ സ്റ്റാഫിങ്ങിന്റെ കേസ് പറയുന്നപ്പോ നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട്, ഡൂൾസിന്റെ ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് നമ്മൾ ഈ ബിസിനസ് ഇന്റഗ്രിറ്റി ആൻഡ് റെപ്യൂട്ടേഷൻ എന്നൊക്കെ പറഞ്ഞ വലിയ വലിയ വാല്യൂസ് ഒക്കെ നമ്മുടെ വെബ്സൈറ്റിൽ പറഞ്ഞിട്ട് അതിനോട് പക്ക കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള സിനാരിയോസ് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. വൺ വാസ് അബൌട്ട് ചൈൽഡ് ലേബർ. നമ്മൾ ക്ലാസ് ചെയ്ത അല്ലെ, ചൈൽഡ് ലേബർ ഒക്കെ ഒരിക്കലും പാടില്ല, നമ്മൾ എത്തിക്കലി സോഴ്സ് ചെയ്യാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെയുള്ള സിനാരിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ ആക്ച്വലി നമ്മളുടെ വെബ്സൈറ്റിൽ എന്ത് പറയുന്നുണ്ട്, വി കെയർ ഫോർ അവർ സ്റ്റാഫ് സോ ദാറ്റ് ദേ കെയർ ഫോർ അവർ ഗസ്റ്റ് എന്നാ പറയുന്നത്. അതായത് നമ്മൾ ഭയങ്കര നമ്മുടെ സ്റ്റാഫിനെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നത് ലെവല് ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട് എന്ന രീതിയിൽ പറയുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ദ ഹോൾ ഇൻഡസ്ട്രി അനുഭവിക്കുന്ന ഒരു പ്രോബ്ലം ആയിട്ട് പറയുന്നതാണ് ഈ എംപ്ലോയി ടേൺ ഓവർ. എല്ലാവരും പിരിഞ്ഞു പിരിഞ്ഞു പോവാണ്, ആരും അങ്ങനെ ലോങ് ടേമിലേക്ക് ഒന്നും കണ്ടിന്യൂ ചെയ്യുന്നില്ല. അപ്പോ എല്ലാ ക്വസ്റ്റ്യനിലും, ഇതിനു മുന്നേ നമ്മൾ ചെയ്ത എല്ലാ ക്വസ്റ്റ്യനിലും നമ്മുടെ വാല്യൂസ്, മിഷൻ, വിഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ സംഭവമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോട് പക്ക കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സിബിറ്റ് വരാറുണ്ട്. സോ നമ്മുടെ കേസിൽ ഇറ്റ് കുഡ് ബി സ്റ്റാഫ് റിലേറ്റഡ്. കറന്റ്ലി നമ്മളുടെ ലെവൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ആയിരിക്കും നമ്മൾ സ്റ്റാഫിനെ ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് റെക്കഗ്നിഷൻ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ അവരുടെ കരിയർ പ്രോഗ്രഷനെ ബന്ധപ്പെട്ടോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഓക്കെ, ഈ സ്റ്റാഫ് ടേൺ ഓവർ ഹൈ ആയാലുള്ള ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ നമ്മൾ ഒരു കസ്റ്റമർ ഹോട്ടലിൽ വന്ന് സ്റ്റേ ചെയ്തു, അയാളോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെ നമ്മൾ വളരെ കാര്യമായിട്ട് സ്റ്റാഫിനെ പഠിപ്പിച്ച് ഒത്തിരി കാര്യങ്ങൾ ട്രെയിൻ ചെയ്ത അയാൾ എന്നിട്ട് ഇറങ്ങി പോയി. ഓക്കെ, വീണ്ടും പുതിയ ആൾക്കാർ ഓരോരുത്തർ വരുമ്പോൾ വീണ്ടും വീണ്ടും ട്രെയിൻ ചെയ്യേണ്ടി വരാണ്. ഓർഗനൈസേഷൻ സംബന്ധിച്ച് ട്രെയിനിങ് കോസ്റ്റ് വളരെ ഹയർ ആയിരിക്കും. ഇനി പണ്ട് തൊട്ടേ അവിടെ ഉള്ള ഒരു ലോങ് ടേം സ്റ്റാഫ് ആണെങ്കിൽ അയാൾക്ക് കുറെയൊക്കെ ഗസ്റ്റിനെ തിരിച്ചറിയാം, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ചേട്ടാ അന്ന് വന്നിരുന്നല്ലേ, അല്ലെ, ആ രീതിയിൽ ഒരു കുറച്ചുകൂടെ പേഴ്സണലൈസ്ഡ് സർവീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സിനാരിയോസ് ഉണ്ടാവും. അതൊക്കെ നമ്മുടെ കേസിൽ മിസ് ഔട്ട് ആവുകയാണ്. ദെൻ സീസണാലിറ്റി. ഡിമാൻഡ് ഫോർ ഹോട്ടൽ അക്കോമഡേഷൻ സീസണൽ ആണ്, especially in case of leisure guests. This is some challenge which Level is seriously facing. Within each year, most hotels have peak season when demand is high and an off-peak season when demand is lower. Hotel need to look for ways to attract guests and to manage variable costs during the less off-peak periods. സീസൺ അല്ലാത്ത സമയത്ത് കാര്യങ്ങൾ അപ്പോഴും കോസ്റ്റുകൾ ഉണ്ടാവുമല്ലോ അല്ലെ, ആ കോസ്റ്റ് ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അപ്പോഴും അവർ ചെയ്യണം. ദെൻ റവന്യൂ മാനേജ്മെന്റ് ആൻഡ് പ്രൈസിങ്. ഹോട്ടൽസ് നീഡ് ടു ഫൈൻഡ് എ ബാലൻസ് ബിറ്റ്വീൻ റവന്യൂ ആൻഡ് ഒക്കുപ്പൻസി. അതായത് നമ്മൾ പ്രൈസ് കൂട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഒക്കുപ്പൻസി കുറയും. പ്രൈസ് കൂടുതലാണ്, പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് അല്ലേ. പ്രൈസ് കുറച്ച് കഴിഞ്ഞാൽ ഒക്കുപ്പൻസി കൂടും, അപ്പൊ ടോട്ടൽ റവന്യൂ ചിലപ്പോൾ കുറയാനും സാധ്യത. അപ്പോൾ അതിലൊരു പക്ക ബാലൻസ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒരു ബാലൻസ് കണ്ടെത്തുക എന്നുള്ളതിനെയാണ് നമ്മൾ റവന്യൂ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ടോട്ടൽ റവന്യൂ P&L ഏറ്റവും ഒപ്റ്റിമൽ ആയിട്ട് നിൽക്കുന്നത് ഏത് പ്രൈസ് സെറ്റ് ചെയ്യുമ്പോഴാണ്, അല്ലെ, അപ്പോഴുള്ള ഒക്കുപ്പൻസി റേറ്റ് എത്രയാണ്, ഇത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് ഹോട്ടൽ ബിസിനസിനെ സംബന്ധിച്ച് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ചാലഞ്ച് ആണ്. മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കാണാം, നമ്മൾ പ്രൈസ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു, ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? നമ്മൾ പ്രൈസ് സെറ്റ് ചെയ്യുന്നത്
ഒരു വർഷത്തിന്റെ തുടക്കത്തിൽ, ഒരു ഫൈനാൻഷ്യൽ ഇയറിന്റെ സ്റ്റാർട്ടിൽ നമ്മൾ അങ്ങോട്ട് ഈ വർഷത്തെ സീസൺ ഇങ്ങനെയൊക്കെയാണ്, ഒക്ടോബറിലെ സീസൺ ആയിരിക്കും, ഓക്കെ ആ സമയത്ത് ഇത്ര പ്രൈസ് സെറ്റ് ചെയ്യാമെന്ന് ആദ്യം അങ്ങ് തീരുമാനിക്കാം. എന്നാൽ മാർക്കറ്റിൽ നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സ് ആർ ആക്ച്വലി യൂസിങ് ഡേറ്റ അനലിറ്റിക്സ് ആൻഡ് AI അൽഗോരിതംസ് ടു സെറ്റ് ദിസ് പ്രൈസസ്. ഈൽഡ് മാനേജ്മെന്റ് എന്നൊരു പാരഗ്രാഫ് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, അല്ലെ? ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാം, ഏതെങ്കിലും ഒരു ഹോട്ടലിന്റെ ആപ്ലിക്കേഷൻ ഒക്കെ ജസ്റ്റ് നിങ്ങൾ തുറന്നു നോക്കുക. ഓക്കെ, ഇന്ന് നിങ്ങൾ ഒരു റൂം ബുക്ക് ചെയ്യാൻ സമയത്ത് കാണിക്കുന്ന റേറ്റ് ആയിരിക്കില്ല നാളെ നോക്കുന്ന സമയത്ത്. സെയിം അതേപോലെ ഫ്ലൈറ്റിന്റെ ഒക്കെ കേസ് അങ്ങനെ, ഇത് ഓരോ ഓരോ ഇഷ്യൂസ് വരുന്നതിനനുസരിച്ചും ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഡൈനാമിക് റിയൽ ടൈം പ്രൈസിംഗ് എന്നൊക്കെയാണ് അതിനെ പറയാൻ വരുന്നുണ്ട്, അതിനെപ്പറ്റി സംസാരിക്കാം. ത്രെറ്റ് ഫ്രം ന്യൂ ബിസിനസ് മോഡൽ. ഹോട്ടൽ മാർക്കറ്റ് ഫേസസ് കോമ്പറ്റീഷൻ ഫ്രം ഹോം ഷെയറിംഗ് മോഡൽസ്. അതാണ് ഈ എയർബിഎൻബിയുടെ കഥ. ഇൻ വിച്ച് ഗസ്റ്റ് പേ ടു സ്റ്റേ ഇൻ പീപ്പിൾസ് പ്രൈവറ്റ് ഹോംസ് ആസ് ആൻ ആൾട്ടർനേറ്റീവ് ടു സ്റ്റേയിങ് ഇൻ ഹോട്ടൽ. നിങ്ങൾ ഹോം ഷെയറിംഗ് സർവീസ് എന്ന ടേം യൂസ് ചെയ്യാവുള്ളൂ, എയർബിഎൻബി ഒന്നും പറഞ്ഞു വെക്കരുത് കേട്ടോ. ഓക്കെ, ആൻഡ് സസ്റ്റൈനബിലിറ്റി. As society becomes more concerned about environmental issues, factors such as hotels' carbon footprint, its energy and water consumption, amount of waste it generates, ഇതൊക്കെ ഗസ്റ്റ് ഡിസിഷൻസ്, ഐ മീൻ ഗസ്റ്റിന്റെ ഡിസിഷൻ ടു സ്റ്റേ എന്നുള്ളതിനെ എഫക്ട് ചെയ്യും. ഓക്കെ, നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്ത സമയത്ത് കണ്ടതാണ്, ഈ ചൈൽഡ് ലേബറിന്റെ വിഷയം പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു എത്തിക്കൽ കൺസ്യൂമേഴ്സ് ഡൂൾസ് വിസിറ്റ് ചെയ്യില്ല, കാരണം ചൈൽഡ് ലേബർ ചോക്ലേറ്റ് ആണ് നിങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട്. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഇക്കോ കോൺഷ്യസ്, ഓക്കെ, ഇക്കോ കോൺഷ്യസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ്, അതായത് ഒരുപാട് വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നു, അതേപോലെ ഭയങ്കരമായിട്ട് വാട്ടർ വേസ്റ്റ് ചെയ്യുന്നു, എനർജി ഒരുപാട് കൺസ്യൂം ചെയ്യുന്നു, ഇതിന്റെയൊക്കെ ഡാറ്റ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു ഹോട്ടലിൽ ഇക്കോ കോൺഷ്യസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഈ ഹോട്ടൽ ബുക്ക് ചെയ്തില്ല. ദാറ്റ് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സസ്റ്റൈനബിലിറ്റി വിത്ത് ദിസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഹോട്ടൽ നീഡ് ടു ഫൈൻഡ് മോർ വേസ് ടു മേക്ക് ദംസെൽസ് മോർ സസ്റ്റൈനബിൾ ബൈ റെഡ്യൂസിംഗ് ദ കാർബൺ എമിഷൻ, ബൈ റെഡ്യൂസിംഗ് എനർജി ആൻഡ് വാട്ടർ യൂസേജ് ആൻഡ് ബൈ എൻകറേജിംഗ് റീസൈക്ലിംഗ്. ഓക്കെ, അങ്ങനെയുള്ള ഗ്രീൻ പ്രാക്ടീസസ് എന്ന് പറയുന്നതിനെ, ഗ്രീൻ പ്രാക്ടീസസ് വിൽ റെഡ്യൂസ് ദ കാർബൺ ഫുട് പ്രിന്റ്. ഓക്കെ, സോ ദാറ്റ് ഇക്കോ കോൺഷ്യസ് കസ്റ്റമേഴ്സ് വിൽ ബുക്ക് ദ ഹോട്ടൽസ് അഗൈൻ. എൻവയോൺമെന്റൽ കൺസേൺസ് കുഡ് ഹാവ് എ നെഗറ്റീവ് ഇമ്പാക്ട് ഓൺ ഡിമാൻഡ്. ഇത് നമ്മൾക്ക് ഇത് ചിലപ്പോൾ ഇപ്പോഴും കോമഡി ആയിരിക്കും, പക്ഷെ ആക്ച്വലി യൂറോപ്പിലൊക്കെ ഓൾറെഡി ഞാൻ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ഒരു ഗ്രീൻ ലിസ്റ്റിംഗ് വരുന്നുണ്ട്. അതേപോലെ എല്ലാ കമ്പനീസിനും അവരുടെ, നമ്മൾ ഓൾറെഡി വേണ്ട ഒന്നും വേണ്ട, നമ്മൾ ടാക്സ് പേപ്പർ ഒക്കെ പഠിച്ച സമയത്ത് പഠിച്ചല്ലേ, നമ്മൾ കൊടുക്കുന്ന ടാക്സ് പോലും CO2 എമിഷനെ ബേസ് ചെയ്തിട്ടൊക്കെ അല്ലെ കമ്പ്യൂട്ട് ചെയ്യാറുള്ളത്. CO2 എമിഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കാറിന്റെ CO2 എമിഷന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ കമ്പ്യൂട്ട് ചെയ്യപ്പെടുന്ന സിനാരിയോസ് നമ്മൾ ടാക്സിൽ പഠിച്ചത്. അതേ കാര്യം സസ്റ്റൈനബിലിറ്റി ഒക്കെ അത്രയും വലിയൊരു ടേം ആയിട്ട് ഇന്ന് നിൽക്കുകയാണ്, ESG റിപ്പോർട്ടിംഗ് ഒക്കെ പറയുന്ന സംഗതി. ഓക്കെ, അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നിങ്ങൾ പ്രസന്റ് ചെയ്യുക സസ്റ്റൈനബിലിറ്റിയെ പറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇനി ഇവിടെയാണ് നമ്മൾ ആ ബിസിനസിന്റെ കാര്യം പറയുന്നത്, അല്ലെ? നേരത്തെ ആരോ ചോദിച്ചിട്ടുണ്ട്, ബിസിനസ്സസ് ആർ ട്രൈങ് ടു റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് ട്രാവൽ. ഫോർ എക്സാമ്പിൾ, ഓൺലൈൻ മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യണം, അല്ലെ? നേരിട്ട് അവിടെ പോകേണ്ട കാര്യമില്ല. ദീസ് ചേഞ്ചസ് ഓൾസോ റെഡ്യൂസ് ഡിമാൻഡ് ഫോർ ഹോട്ടൽ അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ അത് കാര്യമായിട്ട് അഫക്ട് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരുപാട് ബിസിനസ് ട്രാവലേഴ്സ് ഇല്ല, നമുക്ക് കൂടുതലും ലെഷർ ഗസ്റ്റുകളാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് നമ്മളത് കാര്യമായിട്ട് അഫക്ട് ചെയ്തില്ല. എന്നാലും ഒരു പക്ഷേ നമ്മൾ സിനാരിയോയിൽ പറയുകയാണ്, നമ്മൾ ഈ നമ്മുടെ ഓഫ് സീസൺ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള സമയത്ത്, നമ്മൾ ആ സമയത്തൊക്കെ കുറച്ച് ബിസിനസ് ട്രാവലേഴ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള അവരെ കൊണ്ട് റൂം ബുക്ക് ചെയ്യിക്കാനുള്ള പൊട്ടൻഷ്യൽ ഇനീഷ്യേറ്റീവ്സോ പ്രോഗ്രാംസോ ഒക്കെ നമ്മൾ അനൗൺസ് ചെയ്യണം, മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ. അപ്പോഴൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓൾ ടുഗദർ ഇൻ ദ ഇൻഡസ്ട്രിയിലും ബിസിനസ് ട്രാവലേഴ്സിന്റെ നമ്പേഴ്സ് കുറഞ്ഞിട്ടുണ്ട് എന്ന് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ്. ഓക്കെ, ഹവർ വി ഡോണ്ട് ഹാവ് എവിഡൻസ് ഓൺ ദ നമ്പേഴ്സ്. ഓക്കെ, അത് ഓർക്കുക. സോ പ്രഷർ ഓൺ ലെവൽസ്, ലെഷർ സെഗ്മെന്റ് അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ഇപ്പൊ കൂടുതൽ ചാലഞ്ചസ്. നമ്മൾ മുകളിൽ പറഞ്ഞ ചാലഞ്ചസിലെ കുറെ കാര്യങ്ങളൊക്കെ ലെവലിന്റെ സെഗ്മെന്റിൽ തന്നെയാണ്. എന്താ? എക്കണോമിക് ഡൗൺ ടേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇൻഫ്ലേഷനും റിസഷനൊക്കെ കാരണം സ്പെൻഡ് കുറയാണ്. ആരും അല്ലെ, ബിസിനസ്സുകാർ അപ്പോഴും ചിലപ്പോൾ പോകുന്നുണ്ടാവും, കാരണം അവർ അത്ര പ്രൈസ് സെൻസിറ്റീവ് അല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇക്കണോമിക് ഡൗൺ ടേൺ വരുന്നതും സീസണാലിറ്റി കൊണ്ടും ഹോം ഷെയറിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള കോമ്പറ്റീഷൻ കൊണ്ടൊക്കെ റൂമിന്റെ ഡിമാൻഡ് കൂടുതൽ അഫക്റ്റഡ് ആവുന്ന ലെഷർ സെഗ്മെന്റാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, എയർബിഎൻബി പോലെ ഒരു പ്ലാറ്റ്ഫോം കൂടുതലും ബുക്ക് ചെയ്യുന്നത് ഒരിക്കലും ബിസിനസ് ട്രാവലേഴ്സ് ആയിരിക്കില്ല, അത് ലെഷർ ഗസ്റ്റുകളായിരിക്കും കൂടുതൽ അത് ബുക്ക് ചെയ്യുന്നുണ്ടാവുക. കാരണം അവർക്ക് എന്താ പറയാ, ഒരു കിച്ചൺ, സാധാരണ ഒരു റൂമിൽ കിടന്നുറങ്ങും. ബിസിനസ് ട്രാവലേഴ്സ് സംബന്ധിച്ച് അത് ജസ്റ്റ് ഒന്ന് സ്ലീപ്പ് എന്ന പർപ്പസിന് വേണ്ടി മാത്രമായിരിക്കും, അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി ബട്ട് ഈസ് ടു ട്രാവൽ എന്നൊരു പർപ്പസിന് വേണ്ടിയിട്ടാണ് അവർ റൂം ബുക്ക് ചെയ്യുക. ഓക്കെ,
മറ്റൊരു കൂടുതലും അവിടെ സ്റ്റേ ചെയ്ത് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെ ഒരു കിച്ചൺ, ഒരു ഹാൾ, അങ്ങനെ കുറച്ചും കൂടെ അമ്യൂണിറ്റീസ് ഉള്ള ഹോം ഷെയറിംഗ് പ്ലാറ്റ്ഫോംസ് ആയിരിക്കും അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇമ്പാക്ട് ഓൺ കോസ്റ്റ് സ്ട്രക്ചർ, റൈസിംഗ് കോസ്റ്റ്, മെയിൻ്റനൻസ്, എനർജി, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓൾറെഡി 10% പ്രോഫിറ്റ് ആണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ഈ കോസ്റ്റ് ഒക്കെ കൂടിക്കഴിഞ്ഞാൽ ആ മാർജിൻ കാര്യമായിട്ട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. സർവീസ് ക്വാളിറ്റി, ഹൈ എംപ്ലോയി ടേൺ ഓവർ, ഡെഫിനറ്റ്ലി ഗസ്റ്റ് എക്സ്പീരിയൻസ് നമ്മൾ ബാധിക്കും. കുറച്ച് താഴോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇൻഡസ്ട്രിയിലുള്ള സക്സസ് ഫാക്ടർ എന്ന രീതിയിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താ സക്സസ് ഫാക്ടർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഗസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് അണ്ടർലൈൻ ഫാക്ടർ വിച്ച് കോൺട്രിബ്യൂട്ട് ടു ഹോട്ടൽ സക്സസ് ഇസ് ഗസ്റ്റ് എക്സ്പീരിയൻസ്. അപ്പൊ എംപ്ലോയി ടേൺ ഓവർ ഇത്രയും ഹയർ ആണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഗസ്റ്റിന് ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുക? ഓക്കെ. നീഡ് ഫോർ ബെറ്റർ റവന്യൂ മാനേജ്മെന്റ്. റവന്യൂ മാനേജ്മെന്റ് മോശമാണെങ്കിൽ തീർച്ചയായിട്ടും റവന്യൂ നഷ്ടപ്പെടും. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. കൂടുതൽ കാര്യങ്ങൾ താഴെ ഈൽഡ് മാനേജ്മെന്റിൽ നമ്മൾ പറയുന്നുണ്ട്. ഇനി സസ്റ്റൈനബിലിറ്റി സൈഡിൽ ഒന്ന് വായിച്ചു നോക്കിയേ. സസ്റ്റൈനബിലിറ്റി, പെനാൽറ്റീസ് ഫേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഗ്രീൻ പ്രാക്ടീസസ് അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ അട്രാക്ട് ഇക്കോ കോൺഷ്യസ് കസ്റ്റമേഴ്സ്. ഓക്കെ. സോളാർ പോലെയുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്താൽ യൂട്ടിലിറ്റി കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, ബ്രാൻഡ് റെപ്യൂട്ടേഷൻ കൂട്ടാൻ കഴിയും. ഓക്കെ. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ ബിസിനസ് ട്രാവലേഴ്സിന്റെ കേസാണ്. ആ രീതിയിലുള്ള ബിസിനസ് ട്രാവലേഴ്സ് ഒക്കെ ഇൻ പേഴ്സൺ മീറ്റിംഗ് മാറ്റി ഓൺലൈൻ മീറ്റിംഗ്സ് ആക്കുമ്പോൾ ഹോട്ടൽ അക്കോമഡേഷൻ ഫ്രം കോർപ്പറേറ്റ് ക്ലയൻസ് കുറയാണ്. പക്ഷെ ലെവലിന്റെ കേസിൽ റവന്യൂ കൂടുതലും ലെഷർ ബേസ്ഡ് സ്റ്റേസ് ആയതുകൊണ്ട് ദിസ് ഇസ് അൺലൈക്ലി ടു അഫക്ട് ദം. ഓക്കെ. ത്രെറ്റ് ഓഫ് ഡിസ്റപ്ഷൻ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ചാപ്റ്റർ നമ്പർ 3 ഡിസ്റപ്റ്റീവ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഊബറിനെ പറ്റിയിട്ട്, നെറ്റ്ഫ്ലിക്സിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഇൻഡസ്ട്രി തന്നെ മാറ്റിമറിച്ചെന്ന രീതിയിൽ. അതേപോലെയുള്ള സിനാരിയോ ആണ് ഈ ഹോം ഷെയറിംഗ് പ്ലാറ്റ്ഫോം. ദേ ചലഞ്ച് ട്രഡീഷണൽ ഹോട്ടൽ മോഡൽസ്. ഓക്കെ. എന്തുകൊണ്ടാ? മെനി ലെഷർ ട്രാവലേഴ്സ് പ്രിഫർ ഹോളിഡേ ഹോംസ് ബിക്കോസ് ദേ ഓഫർ മോർ സ്പേസ്, ഗ്രേറ്റർ പ്രൈവസി, kitchen facilities, more relaxed home-like environment, which can be appealing for families or longer stays. അപ്പോൾ ലെഷർ ട്രാവലേഴ്സ് കൂടുതലും തിരഞ്ഞെടുക്കുക ഈ പറഞ്ഞ ഹോം ഷെയറിംഗ് പ്ലാറ്റ്ഫോംസ് ആയിരിക്കും. സോ ലെവൽ ഇവിടെ ഇതൊക്കെ ലെവലിനെ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യുന്നുണ്ട്. ലെവൽ അത് അവരെ അപ്പൊ എങ്ങനെ ഫർദർ അട്രാക്ട് ചെയ്യാം ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ വരുമ്പോൾ എന്നുള്ളത് ലെവല് കൺസിഡർ ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത്. എല്ലാവരും കമന്റ് ചെയ്ത്. വെരി ഗുഡ്. ഓക്കെ. ഇഫക്റ്റീവ് ആണോ ഇത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഓൾറെഡി വായിച്ചതാണല്ലോ, ക്രിസ്റ്റീൻ ഓൾറെഡി വായിച്ചതാണെന്ന് പറയുന്നുണ്ട് നിങ്ങൾ. ഓക്കെ. അപ്പൊ വായിച്ചത് വെച്ച് നോക്കിയിട്ട് പുതിയ കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ ഒന്ന് കമന്റ് ചെയ്യാമോ? ഓക്കെ. അപ്പൊ നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ. താങ്ക് യു. നല്ല രീതിയിൽ പഠിക്കുക. അതായത് നമ്മളിപ്പോ വായിക്കുന്ന ഓരോ പാരഗ്രാഫും പ്രസീനിൽ ഇനി കാണുന്ന സമയത്ത് യു ഷുഡ് തിങ്ക് അബൌട്ട് ദ കോൺസിക്വൻസസ്, യു ഷുഡ് തിങ്ക് അബൌട്ട് ഇമ്പാക്ട്. ഇത് വളരെ ബേസിക് ആയിട്ട് ചിന്തിക്കാനുള്ള കാര്യങ്ങളെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി എക്സാമിന് കിട്ടുന്ന എക്സിബിറ്റ് കൂടെ നോക്കിയിട്ട് വേണം ഡിസൈഡ് ചെയ്യാൻ. ഓക്കെ. ശരി. അടുത്തത് ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഇന്നോവേഷൻസ്. ലെവലിന്റെ കേസ് അല്ല പറയുന്നത്, ഇൻഡസ്ട്രിയിലുള്ള ഇന്നോവേഷൻ. In response to guest desire for speed and convenience in checking in and checking out, many hotels offer guests the option to use mobile devices. മൊബൈൽ ഫോൺ ഉപയോഗിച്ചതാ, ഇങ്ങനെ ക്യൂ ഒന്നും നിൽക്കാതെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമ്മുടെ ഐ ഡി ഒക്കെ മൊബൈൽ ഫോണിലൂടെ കൊടുത്ത് ചെക്ക് ഇൻ ചെയ്യാനും ചെക്ക് ഔട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇന്ന് ഇൻഡസ്ട്രിയിൽ അവൈലബിൾ ആണ്. ദർ ആർ ആപ്ലിക്കേഷൻസ് ഫോർ ദാറ്റ്. അതേപോലെ ഹോട്ടൽ ആപ്സ് ഓൾസോ പ്രൊവൈഡ് ഗസ്റ്റ് വിത്ത് കൺവീനിയന്റ് വേ ടു ഓർഡർ സർവീസസ്. ഇന്നത്തെ ഡിന്നർ എനിക്ക് വേണം, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് വേണം എന്നുള്ള കാര്യങ്ങൾ ഫോണിലൂടെ ഓർഡർ ചെയ്യാനുള്ള സൗകര്യം. അതേപോലെ റൂമിൽ ടെമ്പറേച്ചർ, ഓക്കെ, ഇതൊക്കെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ തന്നെ ടെമ്പറേച്ചറും ലൈറ്റിംഗ് ഒക്കെ മൊബൈൽ ആപ്പിലൂടെ കൺട്രോൾ ചെയ്യാനുള്ള സൗകര്യങ്ങൾ, കൺവീനിയൻസ് ഒക്കെ ഇൻഡസ്ട്രിയിൽ ഒരു ഇന്നോവേഷൻ പോലെ വന്നിട്ടുണ്ട്. സം ഹോട്ടൽസ് ഓൾസോ യൂസ് ചാറ്റ് ബോട്ട്സ്, സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് പവേർഡ് ബൈ AI ടു പ്രൊവൈഡ് ഗസ്റ്റ് വിത്ത് ഇൻസ്റ്റന്റ് ആൻസേഴ്സ് ടു കോമൺലി ആസ്ക് ക്വയറീസ്. അതായത് നമ്മൾ ACCയുടെ ഒക്കെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫ്രീക്വൻലി ആസ്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട്. അതെ, സ്ഥിരമായിട്ട് സ്റ്റുഡൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ ആൻസർ ചെയ്ത് വെച്ചത് കാണാൻ പറ്റും.
എങ്ങനെയാണ് എക്സാം ബുക്ക് ചെയ്യേണ്ടത്, എക്സാം ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ, എക്സാം എന്താ പറയാ അല്ലെ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കണ്ടതാണ്. എക്സാം റിസൾട്ട് എന്നായിരിക്കും വരിക, ഇങ്ങനെ കുറെ ഒരുപാട് ക്വറീസ്. അപ്പൊ ഇത് AI ചാറ്റ് ബോട്ട്സ് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഹോട്ടൽ ഇപ്പൊ നിങ്ങൾ ഒരു ഹോട്ടലിൽ ചെക്ക് ഇൻ ഒക്കെ ചെയ്ത് ജസ്റ്റ് അതിന്റെ സൈഡിലെടുത്ത് എന്നോട് ചോദിക്കണം ഇവിടെ തൊട്ടടുത്ത് കാണാൻ പറ്റുന്ന ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്താണ്, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഈസ് ദർ എനി ഇവന്റ്സ് ഹാപ്പനിങ് നിയർ ബൈ എന്ന് ചോദിക്കുമ്പോഴേ ആൻസർ തരികയാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ അത് AI ചാറ്റ് ബോട്ട്സിനെ കൊണ്ട് വളരെ ഈസിലി നടക്കും. ഇതൊക്കെ ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങി. ഹൗവർ ദ ഇൻക്രീസ് റിലയൻസ് ഓൺ ടെക്നോളജി ആൻഡ് ദ ഇൻക്രീസ് കണക്ടിവിറ്റി ഹൈലൈറ്റ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഡേറ്റ സെക്യൂരിറ്റി ആൻഡ് സൈബർ സെക്യൂരിറ്റി. അതെ, നമ്മൾ സെഷൻ തുടങ്ങിയ സമയത്ത് പറഞ്ഞ കാര്യം ഡാറ്റ സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഐസ്ലാൻഡിന് ഈ കൺട്രിയിൽ സ്ട്രിക്ട് ഡാറ്റ പ്രൊട്ടക്ഷൻ ലോസ് ഉണ്ട്, ഡിസൈൻ ടു പ്രൊട്ടക്ട് പേഴ്സണൽ ഡാറ്റ. സോ ഇഫ് എസ്പെഷ്യലി ലെവലിന്റെ ഒക്കെ കേസിൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഈ ഡാറ്റ എല്ലാം സ്റ്റോർ ചെയ്യുന്നത് ഇൻഹൗസ് ആയിട്ടുള്ള സർവേഴ്സിലാണ്. ഇൻഹൗസ് സർവേഴ്സിലായതുകൊണ്ട് തന്നെ അത് നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ വളരെ സീരിയസ് കോൺസിക്വൻസസ്, പെനാൽറ്റീസ്, ഫൈൻസ്, ഇംപ്രിസൺമെന്റ് ഒക്കെ ചിലപ്പോൾ സാധ്യതയുണ്ട്. ഓക്കെ, കമ്പനീസ് ഹു ഡു നോട്ട് കംപ്ലൈ വിത്ത് ദീസ് ലോസ് ക്യാൻ ബി ലയബിൾ ടു സബ്സ്റ്റാൻഷ്യൽ ഫൈൻസ്. ഓ, അപ്പൊ ഇതൊക്കെയാണ് ഓട്ടോമേഷൻ അല്ലെങ്കിൽ ടെക്നോളജി സൈഡിൽ കറന്റ് നടക്കുന്ന ഇന്നോവേഷൻസ്. ഓക്കെ, അപ്പൊ ഇതുകൊണ്ടുള്ള പോസിറ്റീവ് ഇതിന്റെ ഒരു ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഇങ്ങനെ ഓട്ടോമേഷൻസ് കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും ഫാസ്റ്റർ സർവീസ് ആണ്, നമ്മൾ ക്യൂ ഒന്നും നിൽക്കണ്ടല്ലേ, ഫ്യൂവർ ക്യൂസ് ആൻഡ് എ സ്മൂത്തർ എക്സ്പീരിയൻസ്. ടെക്സാവി ആയിട്ടുള്ള, നമ്മൾ നേരത്തെ ഇക്കോ കോൺഷ്യസ് എന്നും അതേപോലെ എത്തിക്കൽ കൺസ്യൂമേഴ്സ് എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു ടേമാണ് ടെക്സാവി. ടെക് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഗസ്റ്റുകളെ സംബന്ധിച്ച് അതൊരു അവരുടെ ഒരു എക്സ്പീരിയൻസ്, ഇത് അടിപൊളിയാണല്ലോ അല്ലെ, ഒരു വൗ ഫീലിംഗ് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കോസ്റ്റ് എഫിഷ്യൻസി, റിസപ്ഷനിൽ ആളെ നിർത്തേണ്ട പോലും കാര്യമില്ല, എല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെക്ക് ഇൻ ചെയ്യാൻ ഒരു QR കോഡ് മാത്രം അവിടെ വെക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ ആ രീതിയിൽ അവിടെ ഒരു ടീമിനെ നിർത്തേണ്ട കാര്യമില്ല, മേ ബി ഒരാളെ നിർത്താം. അപ്പൊ ആ രീതിയിൽ ലേബർ കോസ്റ്റ് കുറയ്ക്കാം. ഇനി എന്തെങ്കിലും ബഗ്സോ കാര്യങ്ങളോ കൊണ്ട് ഡിജിറ്റൽ, നമ്മൾ ACCയുടെ സൈറ്റിൽ പോലും കാണാറുള്ളത് പല രീതിയിൽ. അപ്പൊ ആ രീതിയിൽ മാൽ ഫംഗ്ഷൻ ചെന്ന് കഴിഞ്ഞാൽ ഗസ്റ്റ് എക്സ്പീരിയൻസ് മേ ബി നെഗറ്റീവ്ലി എഫക്റ്റഡ്. അപ്പൊ നമുക്കൊരു ആൾട്ടർനേറ്റീവ് ചിലപ്പോൾ ഉണ്ടാവുന്നില്ല. ലോസ് വളരെ സ്ട്രിക്റ്റർ ആയതുകൊണ്ട് തന്നെ വി ഹാവ് സൈബർ സെക്യൂരിറ്റി ഒബ്ലിഗേഷൻ. ലെവൽ മസ്റ്റ് എൻഷുർ കംപ്ലൈൻസ് ത്രൂ എൻക്രിപ്ഷൻ, സെക്യൂർ സിസ്റ്റം, റെഗുലർ ഓഡിറ്റ്, സ്റ്റാഫ് ട്രെയിനിങ്. 4 കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എവിടെ പഠിച്ചതാണ്? ചാപ്റ്റർ നമ്പർ 2 ജനറൽ ഫിസിക്കൽ ആക്സസ് കൺട്രോൾസ്, ജനറൽ കൺട്രോൾസ്, ആപ്ലിക്കേഷൻ കൺട്രോൾസ് ഒക്കെ പറഞ്ഞില്ലേ അല്ലെ? സൈബർ സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്ന എങ്ങനെയാന്നുള്ള കൺട്രോൾസ് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടാണ്. ആ കൺട്രോൾസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ വളരെ വിശദമായിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, സൈബർ സെക്യൂരിറ്റിയെ പറ്റി സ്പെസിഫിക്കലി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് കൊണ്ടുവരാം. ഓക്കെ, അതേപോലെ ഡിജിറ്റൽ സ്ട്രാറ്റജി ഓപ്പർച്യൂണിറ്റി ആണ് ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ടെക് ഉപയോഗിച്ചിട്ട് ഞാൻ ഇങ്ങനെ എന്റെ ഡേറ്റ് ഒക്കെ എൻ്റർ ചെയ്ത് ഞാൻ ചെക്ക് ഇൻ ചെയ്ത് ചെക്ക് ഔട്ട് ചെയ്ത് ഞാൻ 3-4 ദിവസം നിന്നിട്ടൊക്കെ പോയി എന്ന് വിചാരിക്കാം. അപ്പൊ എന്റെ ഡേറ്റ അവിടെ സ്റ്റോർഡ് ആയിട്ടുണ്ട്, റൈറ്റ്? ഞാൻ ഇങ്ങനെ നിന്നു, ഇന്ന ഫുഡൊക്കെയാണ് ഞാൻ ഓർഡർ ചെയ്തത്, ആ രീതിയിലുള്ള ഡാറ്റ എല്ലാം അവിടെ ഉണ്ട്. അതിനനുസരിച്ച് ഞാൻ യൂഷ്വലി വരാറുള്ളത് ഓഗസ്റ്റ് മന്തിലാണെങ്കിൽ ഒരു ജൂലൈ അവസാനം ആകുമ്പോഴേക്കും എന്നോട് ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ, നോട്ടിഫിക്കേഷൻസ് ഒക്കെ പാസ് ചെയ്യും. അതെ, അടുത്തൊരു ട്രിപ്പ് അടിക്കാറായില്ലേ എന്ന രീതിയിൽ അല്ലെ, ആ രീതിയിൽ നോട്ടിഫിക്കേഷൻസ് ഫുള്ളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഗസ്റ്റിന്റെ ട്രാവൽ പാറ്റേൺസ് അനലൈസ് ചെയ്തുകൊണ്ടും അവരുടെ മീൽ പാറ്റേൺസ്, അവർ ഓർഡർ ചെയ്ത ഫുഡ് പാറ്റേൺസ് ഒക്കെ അനലൈസ് ചെയ്ത് കൂടുതൽ ലോയൽറ്റി പ്രോഗ്രാംസ് ഒക്കെ സ്ട്രെങ്തൻ ചെയ്യാം. ലോയൽറ്റി പ്രോഗ്രാംസ് എന്ന് വെച്ചാൽ ഈ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. സർ, നിങ്ങളുടെ പോയിന്റ്സ് ഉണ്ട് അല്ലെങ്കിൽ ഓഫേഴ്സ് ആ സമയത്ത് പറയാം. മാർക്കറ്റിങ്ങിനെയും പ്രൈസിങ്ങിനെയും ഒക്കെ ഇത് പോസിറ്റീവ്ലി ബെനിഫിറ്റ് ചെയ്യും. അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫിലേക്ക് എടുക്കുകയാണ്, വിച്ച് ഇസ് ഈൽഡ് മാനേജ്മെന്റ്. നീഡ് ഫോർ ഹോട്ടൽസ് ടു ഫൈൻഡ് ദ ഒപ്റ്റിമൽ ബാലൻസ് ബിറ്റ്വീൻ revenue and occupancy has encouraged the use of yield management. Yield management software allows hotel to use data analytics to adjust room prices almost in real time. ഓക്കെ, ഇപ്പൊ yield management സോഫ്റ്റ്വെയർ ബേസിക്കലി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്റോറിക് ഇൻഫർമേഷൻ എടുക്കും. അതായത് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അതിന് മുന്നത്തെ വർഷം, അങ്ങനെ കുറച്ച് പാസ്റ്റ് ഇയേഴ്സിന്റെ ഇൻഫർമേഷൻ എടുത്തിട്ട് ഏതൊക്കെ സമയത്താണ് ഈ ഏരിയാസിലുള്ള ഹോട്ടൽസ് കൂടുതൽ ബുക്കായി പോയത് എന്ന രീതിയിൽ മനസ്സിലാക്കി, ഡേറ്റ അനലിറ്റിക്സ് ആണ്. ഡിമാൻഡും സീസണാലിറ്റി മനസ്സിലാക്കിയിട്ട് അതിന്റെ കൂടെ കറന്റ് ഫാക്ടേഴ്സ് കൂടെ വെച്ചിട്ട് എന്ത് ചെയ്യും, ഏറ്റവും ബെസ്റ്റ് പ്രൈസസ് ഓട്ടോമാറ്റിക്കലി സോഫ്റ്റ്വെയർ തരും. ഓക്കെ, ഇപ്പൊ മനസ്സിലാക്കുക, ലെവൽ എങ്ങനെയാ പ്രൈസ് സെറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ഒരു വർഷത്തിന്റെ തുടക്കത്തിൽ അവർ ഒരു വർഷത്തേക്കുള്ള പ്രൈസിങ് സെറ്റ് ചെയ്യും, പിന്നെ അത് അല്ലെ, പിന്നെ അത് വലിയ മാറ്റാനൊന്നും നിൽക്കുന്നില്ല. അപ്പൊ ഈ കറന്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാ? ഇപ്പോഴുള്ള ബുക്കിംഗ്സിന്റെ സ്പീഡ് എങ്ങനെയാണ്, ഇപ്പോഴത്തെ ഒരു ബുക്കിംഗ്സിന്റെ അവസ്ഥ എന്താണ്, റൂംസ് എത്രത്തോളം അവൈലബിൾ ആണ്, കോമ്പറ്റീറ്ററുടെ പ്രൈസ് എന്താണ്, കോമ്പറ്റീറ്റർ എന്ത് പ്രൈസ് ഇടുക നോക്കുന്നത്, അതൊന്നും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ പ്രൈസ് സെറ്റ് ചെയ്യുക. കാരണം പ്രൈസ് സെൻസിറ്റീവ് കസ്റ്റമേഴ്സ് ആണ്. ആൻഡ് മാർക്കറ്റ് കണ്ടീഷൻ, ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ എന്തെങ്കിലും പുതിയ ഇവന്റ്സോ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടാവും. ഓക്കെ, സീസണലായിട്ട് എന്തെങ്കിലും ഫെസ്റ്റിവൽസോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ
റൂമിന്റെ ഡിമാൻഡ് കൂട്ടുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഡിമാൻഡ് കൂടുതലുള്ള സമയത്ത് ഇവർ പ്രൈസ് എന്ത് ചെയ്യും? ഹയർ പ്രൈസ് സെറ്റ് ചെയ്ത് വെക്കും. വെൻ ദ പ്രിഡിക്റ്റഡ് ഡിമാൻഡ് ഇസ് ലോ, പ്രൈസസ് ആർ ഓൾസോ ലോവേർഡ് ആൻഡ് ട്രൈ ടു ഇൻക്രീസ് ഡിമാൻഡ്. വെൻ ഡിമാൻഡ് ഇസ് ഹൈ, പ്രൈസും ഇൻക്രീസ് ചെയ്ത് വെക്കും. ഇതാണ് ശരിക്കും ഈൽഡ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ശരിക്കും ചെയ്യുന്നത്. ഇപ്പൊ തന്ന സിനാരിയോ വെച്ചിട്ട് ലെവൽ ഇസ് നോട്ട് റിലൈങ് ഓൺ ദ സിസ്റ്റം. ലെവലിന്റെ കേസിൽ ലെവൽ എന്ന കമ്പനി ഇങ്ങനെ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നില്ല എന്നത് വളരെ എവിഡന്റ് ആണ് പ്രസീനിൽ. കാരണം അവർ പ്രൈസ് സെറ്റ് ചെയ്യുന്നത് ഈൽഡ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടല്ല. അപ്പോൾ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് അവർ ടെക് സൈഡിൽ കുറച്ച് പുറകോട്ടാണ് എന്നുള്ളൊരു ഇൻഡിക്കേഷൻ ആണ് എനിക്ക് കിട്ടിയത് വായിച്ചപ്പോൾ. കാരണം മുന്നോട്ട് പോകുന്ന സമയത്ത് ലെവലിന്റെ ബോർഡ് സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാം. ദേ ഹാവ് എ CPO, ദേ ഹാവ് എ CMO, ദേ ഹാവ് CEO, CFO എല്ലാവരും ഉണ്ടെങ്കിലും അവർക്കൊരു CTO മിസ്സിംഗ് ആണ്. ടെക് സൈഡിൽ അവർ കുറച്ച് ബാക്കിലായിട്ടുള്ളത് പോലെ തോന്നി. ഓക്കെ, പിന്നെ നിങ്ങൾ ആലോചിക്കുക, മാർക്കറ്റിൽ ഇന്റൻസ് കോമ്പറ്റീഷൻ നടക്കുമ്പോൾ ഇത്രയധികം ഇന്നോവേഷൻസും കാര്യങ്ങളും നടക്കുന്ന സമയത്ത് ലെവൽ അതൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പയ്യെ പയ്യെ പുറത്തേക്ക്, അല്ലെ, ഒരു ഷട്ട് ഡൗൺ സിനാരിയോയിലേക്ക് ആയിരിക്കും പോകുന്നുണ്ടാവും. ഓക്കെ, ആസ് ഓഫ് നൗ നമ്മുടെ റവന്യൂ ഒക്കെ ഇൻക്രീസിങ് തന്നെയാണ്, പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, കാരണം AI ഒക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. മേ ബി ഇൻ ഫ്യൂ ഇയേഴ്സ് അവർ ഈ രീതിയിലുള്ള ഇന്നോവേഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ, പ്രോജക്ട്സ് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ തിങ്സ് വിൽ ബി ഡിഫിക്കൽട്ട്. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കിയേ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ. In a seasonal and competitive market like Iceland, demand can change rapidly. ഇപ്പോൾ ഈൽഡ് മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ ആ ഫ്ലക്ച്വേഷൻസ് നല്ല ഇഫക്റ്റീവ്ലി മാനേജ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഈൽഡ് മാനേജ്മെന്റ് സക്സസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും റിലൈ ചെയ്യാൻ പറ്റുന്ന ഡാറ്റ വേണം, IT സിസ്റ്റം സ്റ്റാഫ് ഒക്കെ വേണം. അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് സക്സസ്ഫുൾ ആയിട്ട് നടക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓട്ടോമേറ്റഡ് പ്രൈസിംഗിൽ നമ്മൾ ഒരുപാട് അങ്ങോട്ട് റിലൈ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ മോഡൽ ഇൻകറക്റ്റ് ആണെങ്കിൽ കംപ്ലീറ്റ് പ്രൈസിംഗും തെറ്റിപ്പോകും. മോഡൽ എന്താ ഇൻകറക്റ്റ് ആവാന്ന് ഉദ്ദേശിച്ചത്? ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോമ്പറ്റീറ്ററിന്റെ പ്രൈസ്, മാർക്കറ്റ് കണ്ടീഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ റിയൽ ടൈമിൽ ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ ഹിസ്റ്റോറിക് ഇൻഫർമേഷൻ ഒക്കെ എടുത്തിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. ഈ ഹിസ്റ്റോറിക് ഇൻഫർമേഷനിൽ വരാത്ത ഒരു കാര്യം ഈ വർഷം നടക്കുക എന്ന് വിചാരിക്കും. അതായത് ഇപ്പൊ ക്രിസ്മസ് പോലെയുള്ള ഇവന്റ്സ് എല്ലാ വർഷവും ഉണ്ട്, റൈറ്റ്? അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫെസ്റ്റിവൽ, എന്തെങ്കിലും സ്പെസിഫിക് ഇവന്റ് ഈ വർഷം നമ്മൾ പുതിയതായിട്ട് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇവന്റ് എസ്ലാൻഡിൽ നടക്കുകയാണ്. അപ്പൊ അതിനോട് അസോസിയേറ്റ് ചെയ്ത് എസ്ലാൻഡ് ഒരു പെർട്ടിക്കുലർ ജോഗ്രഫിക്കൽ ഏരിയയിൽ നടക്കുകയാണ്. അത് ഹിസ്റ്റോറിക് ഇൻഫർമേഷനിൽ വന്നിട്ടില്ല, പക്ഷെ ദാറ്റ് വിൽ ആക്ച്വലി ഇൻക്രീസ് ദ ഡിമാൻഡ് ഓഫ് റൂംസ്, ഡിമാൻഡ് ഓഫ് ലെവൽ റൂംസ്. പക്ഷെ അത് ഇവർ എന്ത് ചെയ്യുന്നില്ല, അത് ഇവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് ഇവരുടെ മോഡലിൽ അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ലാത്തത് കൊണ്ട്, മോഡൽ തെറ്റായതുകൊണ്ട്. അതാ പറയുന്നത്, ഈ അൺയൂഷ്വൽ ആയിട്ടുള്ള ഇവന്റ് സിസ്റ്റം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ വളരെ പെട്ടെന്ന് ഒരു ഇവന്റ് നടക്കുകയാണെങ്കിൽ ആ പ്രൈസിങ് എപ്പോഴും ചിലപ്പോൾ ലോവർ ആയിരിക്കും. പക്ഷെ പ്രൈസിങ് ഹയർ ആക്കി ഇട്ടാലും റൂംസ് ഒക്കെ ബുക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നിട്ടുണ്ടാവാം ആ സമയത്ത്. അപ്പൊ ആ രീതിയിൽ എന്തൊക്കെ ഈൽഡ് മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞാലും സ്റ്റിൽ അവിടെ കൂടെ കുറച്ചുകൂടെ പ്രോപ്പർ ഗവേണൻസ് ഉണ്ടാവണം. ഓക്കെ, ലെവലിന്റെ കേസിൽ ലെവലിന്റെ ഈൽഡ് മാനേജ്മെന്റ് സിസ്റ്റം നല്ല രീതിയിൽ ടെക് കൊണ്ടുവരാനുണ്ട്. ഓക്കെ, കാരണം അവർ പ്രൈസിങ് സെറ്റ് ചെയ്ത് നമ്മൾ കണ്ടതാണ്. നെക്സ്റ്റ് വൺ ഇസ് സെയിൽ ആൻഡ് ലീസ് ബാക്ക്. ദ ചാലഞ്ചിങ് ഫിനാൻഷ്യൽ കണ്ടീഷൻസ് ഇൻ ദ ഇൻഡസ്ട്രി. 10% മാർജിനേ ഉള്ളൂ, കോസ്റ്റ് വളരെ റൈസിംഗ് ആണ്. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ this have prompted the companies, both chain and independents, to look at financing option to boost their liquidity. അതിലൊരു എമേർജിംഗ് ട്രെൻഡ് ആണ് സെയിൽ ആൻഡ് ലീസ് ബാക്ക് അറേഞ്ച്മെന്റ്. ഈ ഇൻഡസ്ട്രി വലിയ കാര്യമില്ല, മാർജിൻ ഒക്കെ വളരെ കുറവാണ് എന്നുള്ളത് കൊണ്ട് ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഹോട്ടൽ സെല്ല് ചെയ്യും. ഹോട്ടൽ സെല്ല് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഒരു വൺ ടൈം ആയിട്ട് വലിയൊരു എമൗണ്ട് ക്യാഷ് ഇൻഫ്ലോ വരികയാണ്. ദാറ്റ് വിൽ ആക്ച്വലി സൂത്ത് ദർ ലിക്വിഡിറ്റി, അല്ലെ? വൺ ഓഫ് ക്യാഷ് പേയ്മെന്റ് കിട്ടുമ്പോഴത്തേക്കും ലിക്വിഡിറ്റി ആയി. എന്നിട്ട് ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? വലിയൊരു ഫണ്ടായിരിക്കും, അതിൽ ചെറിയ ചെറിയ പോർഷൻസ് എന്ത് ചെയ്യാം, അവർക്ക് റെന്റൽ പേയ്മെന്റ്, ഈ ലീസ് പേയ്മെന്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ വർഷവും കൊടുക്കാം. ബാക്കി അപ്പോഴും അവരുടെ വലിയൊരു ഫണ്ട് ഉണ്ടാവും. ദാറ്റ് ഫണ്ട്സ് ക്യാൻ ആക്ച്വലി ബി ഡൈവേർട്ടഡ് ടു മേക്ക് ഫർദർ ഇൻവെസ്റ്റ്മെന്റ് ഇഫ് നീഡഡ്. അല്ലെങ്കിൽ ഈ പറയുന്ന റിഫർബിഷ്മെന്റ്, റിനോവേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആ ഫണ്ട് ഉപയോഗിക്കാം. കാരണം കറന്റ് ഓർഗനൈസേഷനിൽ ഫണ്ട് ഇല്ലാത്തൊരു സിനാരിയോ ആണെങ്കിൽ. ഓക്കെ, ഇനി ഇതിലുള്ള ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഫ്റ്റർ ദി എൻഡ് ഓഫ് ദിസ് ലീസ് പീരീഡ് ദേ ഹാവ് ആൻ ഓപ്ഷൻ, ദേ ഹാവ് 3 ഓപ്ഷൻസ്. ഒന്നെങ്കിൽ അവർക്ക് റീപർച്ചേസ് ചെയ്യാം, തിരിച്ച് ഹോട്ടൽ മേടിക്കാം അറ്റ് ഹയർ പ്രൈസ്, ഒബ്വിയസ്ലി അറ്റ് ഹയർ പ്രൈസ്. അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ലീസ് ടേം എക്സ്റ്റെൻഡ് ചെയ്യാൻ ചോദിക്കാം. ഇപ്പൊ 5 വർഷമായിരുന്നു ലീസ് ടേം എങ്കിൽ അതൊരു 10 വർഷമാക്കി തരാൻ പറയാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല, നിങ്ങൾ തന്നെ കൊണ്ടുപോയി പോകും എന്ന രീതിയിൽ പോകും.
ഓക്കെ. അപ്പൊ സെയിൽ ആൻഡ് ലീസ് ബാക്ക് അറേഞ്ച്മെന്റ് വളരെ റീസെന്റ് വന്നൊരു കാര്യമാണ്, പ്രത്യേകം പറയുന്നത് എമേർജിംഗ് ട്രെൻഡാണ് ഇത്. പണ്ട് 40 വർഷമായിട്ടൊന്നും ഇല്ല, അല്ലെ? സാധാരണ നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യനിൽ നമ്മുടെ ഇൻഡസ്ട്രി 100 ഇയേഴ്സ് ആയി, 120 ഇയേഴ്സ് ആയി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഹോട്ടൽ ഇൻഡസ്ട്രിയുടെ കേസിൽ അങ്ങനെ ഒരു സ്പെസിഫിക് നമ്പർ പറയാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് തൊട്ടേ ഉള്ള കാര്യമാണിത്. 100 200 300 ആയിരിക്കണം എന്നില്ല. ഓക്കെ. പിന്നെ നമ്മുടെ കമ്പനിയുടെ ഹിസ്റ്ററി പറയുന്നത് 40 ഇയേഴ്സ് ആണ്. ആ 40 ഇയേഴ്സ് ആയിട്ട് പോലും ഉള്ള കാര്യമല്ല, ഇതൊരു എമേർജിംഗ് ട്രെൻഡ് ആണ് ഈ സെയിൽ ആൻഡ് ലീസ് ബാക്ക് എന്നുള്ളത്. മാർജിൻസ് ഒക്കെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ്. സോ സെയിൽ ആൻഡ് ലീസ് ബാക്ക് അറേഞ്ച്മെന്റ് വിൽ ഡെഫിനറ്റ്ലി ഇംപ്രൂവ് ലിക്വിഡിറ്റി ആസ് ദ ലെസീസ് ഗെറ്റ് വൺ ടൈം ക്യാഷ് പേയ്മെന്റ്. കോസ്റ്റ് സ്ട്രക്ചർ മാറി, ഇത്രയും കാലം ഇല്ലാത്ത പുതിയൊരു P&L എക്സ്പെൻസ് ഐറ്റം കയറി വരികയാണ്, റെന്റൽ പേയ്മെന്റ്സ് ഇൻ ടു ലെസീസ് ബുക്സ്. ഓക്കെ. അപ്പൊ അത് പ്രോഫിറ്റബിലിറ്റി കുറയ്ക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങൾ ആലോചിക്കേ, പ്രോഫിറ്റബിലിറ്റി ക്രെഡൻഷ്യൽസ് ആക്ച്വലി കൂടത്തുള്ളൂ, നമ്മുടെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ ROC മെട്രിക്സ് ഒക്കെ ആക്ച്വലി കൂടത്തേ ഉള്ളൂ. റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡില് PBIT ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നുള്ളതാണ് അതിന്റെ ഇക്വേഷൻ. ക്യാപിറ്റൽ എംപ്ലോയിഡിലെ ടോട്ടൽ അസറ്റ്സിന്റെ നമ്പർ ആക്ച്വലി റെഡ്യൂസ് ചെയ്യാണ്. അസറ്റ്സിന്റെ നമ്പർ റെഡ്യൂസ് ചെയ്യുമ്പോഴും അവിടെ ഹോട്ടലിലെ ആൾക്കാർ വരുന്നുണ്ട്, ഹോട്ടലിലെ സെയിൽസ് വരുന്നുണ്ട്, ആ സെയിൽസിന്റെ റിഫ്ലക്ഷൻ പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ട്. സോ ROC മെട്രിക്സ് ഇംപ്രൂവ് ആക്കാനും ഈ സെയിൽ ആൻഡ് ലീസ് ബാക്ക് പലപ്പോഴും ഉപയോഗിക്കാറുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ലോസ് ഓഫ് അസറ്റ് ഓണർഷിപ്പ്, നമുക്കൊരു ഓണർഷിപ്പ് കൺട്രോളും കാര്യങ്ങളും നഷ്ടപ്പെടുകയാണ്. പിന്നെ ഫ്യൂച്ചറിൽ റെന്റൽ ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഹവർ നമുക്കൊരു ധൈര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ സ്ട്രാറ്റജിയിൽ ഒരു ഫ്ലെക്സിബിലിറ്റി ആണ്. ഇഫ് ദ ഹോട്ടൽ ഈസ് പെർഫോമിംഗ് വെൽ, റീപർച്ചേസ് ചെയ്യാം. ഹോട്ടൽ പെർഫോം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലീസ് തന്നെ എക്സിറ്റ് ചെയ്യാം, നിങ്ങൾ കൊണ്ടുപോയിക്കോ, എന്റെ പ്രോപ്പർട്ടി അല്ലാണ്ടാവും. ഓക്കെ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റിന്യൂ ചെയ്യാം. അപ്പൊ 3 ഓപ്ഷൻ ഉള്ളത്. ദർ ഇസ് എൻ ഓപ്ഷൻ ടു റീപർച്ചേസ്, റിന്യൂ ഓർ എക്സിറ്റ്. അതാണ്, അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി തരുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ലീസ് ടേംസ് ഒക്കെ കെയർഫുൾ ആയിരിക്കുക, അല്ലെങ്കിൽ അവിടെ ഡിസ്പ്യൂട്ട്സ് ഒക്കെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണ് മക്കളെ? ഒന്ന് കമന്റ് ചെയ്യാൻ വല്ലതും. ഓക്കെ, ശരി. നമ്മൾ ഏകദേശം ഒരു 3 days കൊണ്ടായിരിക്കും ഇത് മുഴുവനും പറഞ്ഞു തീർക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. ഓക്കെ. അപ്പോ എല്ലാ ദിവസവും നിങ്ങൾ സെഷൻ അറ്റൻഡ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുക. ഓക്കെ. അടുത്ത പാരഗ്രാഫിലേക്ക് പോവാണ്. പ്രോബബ്ലി അവർ ലാസ്റ്റ് പാരഗ്രാഫ് ടുഡേ. ചേഞ്ചസ് ഇൻഡസ്ട്രി സക്സസ് ഫാക്ടർ നമ്മൾ പറഞ്ഞു. ചേഞ്ചസ് ഇൻ ഗസ്റ്റ് ബിഹേവിയേഴ്സ് ആൻഡ് എക്സ്പെക്ടേഷൻ, കോമ്പറ്റീറ്റീവ് പ്രഷേഴ്സ്, ടെക്നോളജീസ് മീൻ ദ ഡീറ്റെയിൽ ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ദ സക്സസ് ഓഫ് ഹോട്ടൽ ബിസിനസ് മേ ചേഞ്ച് ഓവർ ടൈം. ഓരോ കാലഘട്ടത്തിലും ഓരോ കാര്യങ്ങളായിരിക്കും എന്താ പറയുക ഇതിലെ സക്സസ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ അണ്ടർലൈങ് ഹോട്ടൽ സക്സസ് ഗസ്റ്റ് എക്സ്പീരിയൻസ്. അവിടെ വന്ന് സ്റ്റേ ചെയ്ത് ഗസ്റ്റിന്റെ എക്സ്പീരിയൻസ് തന്നെയാണ് ഏറ്റവും ബേസിക്കലി മാറ്റർ ചെയ്യുന്ന കാര്യം. നമ്പർ ഓഫ് സപ്പോർട്ടിംഗ് ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ടു ഗസ്റ്റ് എക്സ്പീരിയൻസ്. ക്വാളിറ്റി ആൻഡ് കംഫർട്ട് ഓഫ് അക്കോമഡേഷൻ, ഹൈജീൻ, ക്ലെൻലിനെസ്, ഫെസിലിറ്റീസ്, ക്വാളിറ്റി ഓഫ് സർവീസ്, സെക്യൂരിറ്റി, കൺവീനിയൻസ്, ടെക് സൈറ്റ്, ലൊക്കേഷൻ, സറൗണ്ടിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനോട് സപ്പോർട്ടീവ് ആണ്. More generally, strong branding and effective marketing and communication are important success factors among hotel chain. Pricing is also important due to the competitiveness. ഇപ്പൊ പ്രൈസിങ് അതേപോലെ മാർക്കറ്റിംഗ് സൂപ്പർ ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയധികം കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് തന്നെ മാർക്കറ്റിംഗ് സ്പെൻഡ് ഓരോ വർഷം കഴിയുന്തോറും കൂടുതലായിരിക്കും സ്വാഭാവികമായിട്ടും. അതേപോലെ പ്രൈസിങ്, ഈ പറഞ്ഞ പോലെ എന്റെ കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ yield മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഒക്കെ വെച്ചിട്ടാണ് പ്രൈസിങ് നടത്തുന്നതെങ്കിൽ ലെവൽ ഷുഡ് ഓൾസോ സ്വിച്ച് ഓൺ ടു ദാറ്റ്. ഓക്കെ. പിന്നെ നമുക്ക് ഇതിൽ കോമ്പറ്റീഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതി ഒറ്റ കാര്യമുള്ള ഓപ്പറേഷണൽ എക്സലൻസ്. ഗസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഏറ്റവും മാറ്റർ ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ലൈൻ സർവീസ്, സ്റ്റാഫ് ബിഹേവിയർ, റൂം മെയിൻ്റനൻസ്, ക്ലീൻലിനെസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ, സ്റ്റാഫ് ടേൺ ഓവർ കുറച്ച് എത്രത്തോളം നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് ഹൈ ക്വാളിറ്റി എംപ്ലോയീസിനെ റീറ്റെയിൻ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഓരോ അമെന്റീസ് പറഞ്ഞില്ലേ, ഒക്കെ ഡിഫറൻഷിയേറ്റർ പോയിന്റ്സ് ആയിട്ട് മാറും. ഓക്കെ. അപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് നമ്മളുടെ പ്രസീനിലെ ഒരു ഇനീഷ്യൽ 15 പേജസിൽ നമ്മളിപ്പോ കാണുന്നത്. KPIs എന്ന ഏരിയ നാളെ മുതൽ KPIs വെച്ച് നാളെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ആൻഡ് 3rd ഡേ കൊണ്ട് നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ആസ് ഓഫ് ടുഡേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ വളരെ കീ പോയിന്റ്സ് ഇങ്ങനെ വായിച്ചാൽ പോയിട്ടുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഈ 15 പേജസ് 1-2 തവണ വായിക്കുക വീണ്ടും. ഓക്കെ. ആൻഡ് മേക്ക് തിങ്സ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇൻഡസ്ട്രി സക്സസ് ഫാക്ടർ കാണുമ്പോഴേ ഇതിനോട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ഓക്കെ. അപ്പോൾ
കാര്യങ്ങൾ നല്ല രീതിയിൽ ലാംഗ്വേജ് ഉള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി അത്രയൊന്നും എഴുതാൻ കപ്പാസിറ്റി തോന്നാത്ത ആളുകൾക്ക്, നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒക്കെ വേണമെന്നുള്ളവർ ഇതിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഇത് അതേപോലെ പഠിച്ചു വെക്കണം എന്നല്ല ഞാൻ പറയുന്നത്. കുറച്ച് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആൻസർ പഠിച്ചു വെക്കുക. ഓക്കെ. ഇനി അടുത്ത അതേപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ എക്സാമിന് ആൻസർ ചെയ്യേണ്ടത് റിക്വയർമെന്റിനാണ്. അല്ലാതെ ഞാനൊരു കാര്യം പഠിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അത് അപ്ലൈ ചെയ്യാൻ ഒരു ശ്രമം ഉണ്ടാവരുത് എന്നുള്ളത് കൂടെ ഓർമ്മിക്കണം. ഞാൻ ഈ പ്രസീനൊക്കെ തരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഡീപ് ഡൈവ് ഡോക്യുമെന്റ് തരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഉള്ളൊരു ഞാൻ കാണുന്ന ഒരു ചാലഞ്ച് അതാണ്. ഇതൊക്കെ നമുക്ക് ഇനിയും ഒരുപാട് ദിവസങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് ചിലപ്പോൾ കാര്യമായിട്ടിരുന്ന് പഠിക്കും, എന്നിട്ട് ഇത് അപ്ലൈ ചെയ്ത് ഇതിൽ നമ്മൾ പുതിയ കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തിയതായിട്ട് നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ നമ്മൾ എക്സാമിനറോട് സംസാരിക്കും, വിച്ച് എക്സാമിനർ മെ നോട്ട് റിക്വയർ. അവരത് ചോദിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അവർ ചോദിക്കുന്ന മറ്റു കാര്യങ്ങൾ, എക്സിബിറ്റിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം പഠിച്ചു എന്നുള്ളത് കൊണ്ട് അത് എഴുതാനുള്ള ഒരു ശ്രമം ഉണ്ടാവരുത് നിങ്ങളുടെ ഭാഗത്തു നിന്നും. പ്ലീസ് ഡു ഫോക്കസ് ഓൺ റിക്വയർമെന്റ്. ഇത് നമ്മൾ എക്സാം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെ, നമ്മളൊന്ന് ഒരു ആംഡപ്പ് ആവുന്നു എന്നുള്ളതിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഈ ഡോക്യുമെന്റ് ഒക്കെ ഇത്രയധികം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലാതെ പ്രസീൻ ജസ്റ്റ് പറഞ്ഞു പോകാനാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഒറ്റ ദിവസം കൊണ്ട് പറഞ്ഞു തീരും. ഒരു 2 hours കിട്ടിയാൽ പറഞ്ഞു തരും. ഓക്കെ. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാര്യങ്ങൾ തീർക്കാം. നാളെ നമുക്ക് KPIs ഡിസ്കസ് ചെയ്യാം, വിച്ച് ഇസ് അനദർ ഇൻട്രസ്റ്റിംഗ് ഏരിയ. ഓക്കെ. സോ ഗൈസ്, സി യു ഓൾ ടുമോറോ. നാളെയും ലൈവ് സെഷൻ ജോയിൻ ചെയ്യാം. നാളെ വൈകിട്ട് ഞാൻ ട്രാവലിംഗ് ആയിരിക്കുന്നത് കൊണ്ട് കുറച്ച് നേരത്തെ ആയിരിക്കും ലൈവ് സെഷൻ. ഞാൻ ടൈമിംഗ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. പ്രോബബ്ലി ആഫ്റ്റർനൂൺ സമയത്തായിരിക്കും. ഓക്കെ. ആർക്കെങ്കിലും സെഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു വാച്ച് ദ റെക്കോർഡിംഗ്സ് ഫോർ ഷുവർ തിങ്. ഓക്കെ. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഗൈസ്. സി യു ഓൾ ടുമോറോ. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യൂ. ടു ബി ഫ്രാങ്ക്, ഞാൻ പറയാണ്, ടു ബി ഫ്രാങ്ക്, ഐ എക്സ്പെക്ട് ബെറ്റർ റിസൾട്ട് ദാൻ ലാസ്റ്റ് ടൈം. കാരണം കഴിഞ്ഞ സെഷനിൽ മീൽ കിറ്റ് സർവീസ് വന്നതുകൊണ്ട് നമുക്ക് അത്രയും എല്ലാവർക്കും ഒന്നും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഓക്കെ. കാരണം പ്രിസീൻ എളുപ്പമായിരുന്നു. ആക്ച്വലി പ്രിസീൻ ബുദ്ധിമുട്ടാവുന്നതാണ് ആക്ച്വലി റിസൾട്ട് നന്നാക്കാൻ ഹെൽപ്പ് ചെയ്തത് ഫ്രം പ്രീവിയസ് എക്സ്പീരിയൻസ്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്ത നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സെഷനാണ്. സോ ഫോക്കസ് ഓൺ തിങ്സ്. ഓക്കെ. സി യു ഓൾ ടുമോറോ. താങ്ക് യു.